സുനന്ദ പുഷ്കറിന്റെ കൊലപാതകം നടന്നിട്ട് ഇന്നേക്ക് 2 വർഷം തികയുന്നു. ദില്ലി പോലീസ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണം ഇതുവരെ എങ്ങും എത്തിയില്ല. കൊലപാതക കേസ് രജിസ്റ്റർ ചെയ്താണ് അന്വേഷണം നടത്തുന്നതെങ്കിലും അസ്വാഭാവിക മരണമാണെന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയൂ എന്നാണ് കഴിഞ്ഞ ദിവസം ദില്ലി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയത്. തരൂരിനെ ഉടൻ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും എന്ന സൂചനയും നൽകി. ഈ വിഷയമാണെന്ന് 2 ആണ്ട് പിന്നിടുന്ന ഘട്ടത്തിൽ പീപ്പിൾ TV പരിശോധിക്കുന്നത്, വിലയിരുത്തുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് BJPയുടെ പുതിയ വക്താവ് അഡ്വക്കേറ്റ് JR പത്മകുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസ് നേതാവ് BRM ഷഫീർ അഡ്വക്കേറ്റ്, ഒപ്പം നിയമവിദഗ്ധൻ കൂടിയായ ഫിലിപ്പ് M പ്രസാദ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ദില്ലിയിൽ നിന്നും PV തോമസ് ചേരുന്നു. മാധ്യമ നിരീക്ഷകനും ഈ കാര്യങ്ങളെ തരൂർ കേസിനടക്കം സസൂക്ഷ്മമായി വിലയിരുത്തിയ ദേവദാസ് മാധ്യമപ്രവർത്തകനും നമ്മോടൊപ്പം ചേരും. ചർച്ചയിലേക്ക് വരുമ്പോൾ ആദ്യം ഫിലിപ്പ് M പ്രസാദിലേക്ക് പോകുന്നു. ശ്രീ ഫിലിപ്പ് M പ്രസാദ്, ഒരുപക്ഷെ സുനന്ദ കേസിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ ഇഴകീറി പരിശോധിച്ച് കാര്യങ്ങൾ വിലയിരുത്തിയ വ്യക്തിയാണ്. കഴിഞ്ഞ ഒരു വർഷമാണ്ട് പിന്നിടുന്ന ഘട്ടത്തിലും താങ്കൾ ഇതേ സ്റ്റുഡിയോയിൽ എനിക്ക് തോന്നുന്ന ചർച്ചയിൽ പങ്കെടുത്ത ഒരു വ്യക്തി കൂടിയാണ്. കഴിഞ്ഞ 2 വർഷക്കാലം ഈ പിന്നിടുന്ന ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ അന്ന് കേസ് ഏറ്റെടുത്ത ദില്ലി പോലീസ് കൂലങ്കശമായി ചടുലതയോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നൊക്കെ തന്നെ ഒരുപക്ഷെ വിലയിരുത്തപ്പെട്ടു. ഇന്നിപ്പോൾ ഈ 2ാം വർഷം പിന്നിടുന്ന ഈ ഘട്ടത്തിലെത്തുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യമായ ഒരു വലിയൊരു മാറ്റമോ കേസന്വേഷണത്തിൻ്റെ ദിശയിൽ എന്തെങ്കിലും ഒരു പുരോഗതി താങ്കളുടെ നിരീക്ഷണത്തിൽ? 2 കൊല്ലം കൊണ്ട് ആകെ അവർ അന്വേഷിച്ച് കണ്ടെത്തിയത് ഇതൊരു സ്വാഭാവിക മരണമല്ല എന്നാണ്. ഇതല്ലേ ഇതുവരെ അവസാനത്തെ ഫൈനൽ റിസൾട്ട്. അത് പോകുന്ന ദിശ മനസ്സിലാക്കാം. കാര്യം സ്വാഭാവിക മരണമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആക്സിഡൻ്റൽ ഡെത്ത് ഇതിനകത്തില്ല. പെട്ടെന്ന് കാല് വഴുതി വീണിട്ടോ ഒന്നുമല്ല. അപ്പോൾ 2 പ്രോബബിലിറ്റീസ്, 2 സാധ്യതകളെ ഇനി അവശേഷിക്കുന്നുള്ളൂ. ഒന്ന് ഹോമിസൈഡ്, കൊലപാതകം. ആരുകൊന്നൊന്നല്ല, കൊലപാതകം. ശശി തരൂർ ഒന്നുമല്ല, അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്, കൊലപാതകം. 2 സൂയിസൈഡ് ആണെങ്കിൽ വിവാഹം കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞിട്ടില്ല ശശി തരൂരും. ചില മുൻവിധികളുണ്ട് നിയമത്തിന്. താങ്കൾ നിയമത്തിൽ നിന്നാണ് എനിക്ക് ശശി തരൂരിനെ വലിയ ഇഷ്ടം. എൻ്റെ കയ്യിലാണെങ്കിൽ ഞാൻ ശശി തരൂർ നമ്മുടെ നാട്ടിന് നല്ലൊരാളാണ്, അയാളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി വിടണം എന്ന് ഞാൻ പറഞ്ഞേനെ. അതല്ല പ്രശ്നം. ഞാൻ വളരെ നിയമപരമായിട്ട് പറയുകയാണ്. ശശി തരൂര് ഹോമിസൈഡ് ആണെങ്കിൽ ശശി തരൂർ അല്ല എന്ന് ആലോചിക്കാം, വേറെ സൂയിസൈഡ് ആണെങ്കിൽ പിന്നെ ഒരു സംശയവും ഇല്ല. കാര്യം ആ സാഹചര്യങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നതിൻ്റെ ഫലമായിട്ട്, ഈ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ഒരാളെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുകയോ അതിനുള്ള എന്തെങ്കിലും വഴിമരുന്നിടുകയോ ഒക്കെ ചെയ്താൽ അദ്ദേഹം പ്രതിയാണ്. അത്രയും മാത്രം മതി. എന്ന് മാത്രമല്ല, അതിനകത്ത് ചില മുൻവിധികൾ നിയമം തന്നെ പറഞ്ഞിട്ടുണ്ട്. 7 വർഷം ആയിട്ടില്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ സൂയിസൈഡ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആരകത്താവണം? ഞാനൊരു കൂടുതൽ സങ്കീർണതകളിലേക്ക് കടക്കാതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അങ്ങയോട്. കാരണം ചില നമ്മുടെ മുന്നിലുള്ള വഴികളിലൂടെ ചില വസ്തുതകൾ പ്രകടമായി തന്നെയുണ്ട്, തെളിവുകളടക്കം ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേക്കൂടെ നിഷ്പക്ഷമായ ഒരു സഞ്ചാരം നടത്തിയിരുന്നു എങ്കിൽ ഈ പറയുന്ന സ്വാഭാവികത അസ്വാഭാവികത എന്ന ആ ഒരു ഘടകത്തിൽ നിന്ന് ബഹുദൂരം പോകാമായിരുന്നു. അതിനുള്ള എല്ലാ തെളിവുകളും ഘടകങ്ങളായിട്ട് ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു ഡിലേയിങ് ടാക്ടിക്സ് വന്നിട്ടുണ്ട്. അത് ആർക്കും, വിവരമുള്ള ആർക്കും മനസ്സിലാവും. ഡിലേ ചെയ്ത് കൊണ്ടുപോകുന്നതിനകത്ത് BJP ഗവൺമെൻറ്റിന് എന്താണ്, ഇത് BJPയുടെ കൺട്രോളിലാണ് ഡൽഹി പോലീസ്, അല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. BJP പൊളിറ്റിക്കൽ പാർട്ടിയുടെ കൺട്രോൾ, വാദങ്ങൾക്ക് വേണ്ടി അല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ BJPക്ക് എന്താണ് ശശി തരൂരിനെ സഹായിക്കാൻ താല്പര്യം? അവിടെയാണ് നമുക്ക് ആലോചിക്കേണ്ടത്. ശശി തരൂരിനെ സഹായിക്കാൻ BJPക്ക് എന്താ താല്പര്യം? കോൺഗ്രസ്സുകാരനല്ലേ, നല്ല വിട്ടുകൊടുത്താൽ പോരെ. അപ്പോൾ അവിടെ നമുക്ക് വളരെ സട്ടിലായിട്ടുള്ള, വളരെ സൂക്ഷ്മമായിട്ടുള്ള, ഒരു വർഷം 1 ഇയർ 0 പോയിന്റിലായിരുന്നെങ്കിൽ ഈ ഒരു 1 ഇയറിൽ പ്രകടമായ മാറ്റം വരാമായിരുന്നു. അത് വന്നിട്ടില്ല. അതാണ് സൂക്ഷ്മമായ ഒരു പ്ലാൻഡ് അപ്രോച്ച് ഉണ്ട് ഇതിനകത്ത്. അതായത് ശശി തരൂരിനെ കോൺഗ്രസിൻ്റെ അവിശ്വസ്തനായ MP ആയി കൊണ്ടു നടക്കുക. അതൊരു വലിയ പ്ലസ് പോയിൻ്റാണ് അവർക്ക്. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാർഡ്. എവിടെ? കോൺഗ്രസിനകത്ത്. 4 പേരായാലും 5 പേരായാലും
അതിനകത്തൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കാനോ ഒരു ഓൾട്ടർനേറ്റ് ലീഡർഷിപ്പ് വരുത്താനോ? ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റ് ലീഡർഷിപ്പായിട്ട് ആലോചിക്കാനോ വിവരമുള്ള ഒരാൾ വേണ്ടേ അതിനകത്ത്? അത് ശശി തരൂരല്ലാതെ ആരാളുള്ളത്? അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഓൾട്ടർനേറ്റ് ലീഡർഷിപ്പ്, അയാളെ പിണക്കണ്ട, ഇങ്ങനെയൊക്കെയുള്ളൊരു സോഫ്റ്റ് അപ്രോച്ച് ടു ശശി തരൂർ. സുബ്രഹ്മണ്യ സ്വാമി എത്ര ബഹളം ഉണ്ടാക്കിയിട്ടും ഈ സോഫ്റ്റ് അപ്രോച്ച് വിടാതിരിക്കുന്ന ഒരു അതിമനോഹരമായ ടാറ്റിക്സ്, പൊളിറ്റിക്കൽ ടാറ്റിക്സ്. ശബ്ദം വരുന്ന എന്തായാലും അവിടെ അപവാദമാവുന്ന സുബ്രഹ്മണ്യ സ്വാമിയാണ്. ഒരു പക്ഷേ യെസ്, അത് ഞാൻ തീർച്ചയായും താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ്, പത്മകുമാറിലേക്കും വരുന്നതിന് മുമ്പ്, PB തോമസ്, താങ്കൾ എന്തായാലും ദില്ലിയിൽ നിന്നും ഇക്കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നുണ്ടാവും. ഇത്രത്തോളം തരൂർ എന്ന പറയുന്ന വ്യക്തിയെ മാറ്റിവെക്കുക, പകരം അവിടെ മറ്റൊരു കോമൺ മാൻ, ഇത് അല്ലെങ്കിൽ ആരോപണ വിധേയനാകപ്പെട്ട വ്യക്തി, ആ വ്യക്തി ഒരു പക്ഷേ തരൂരല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? ഇന്ന് ഈ ചർച്ചയ്ക്ക് പോലും ഒരു പക്ഷേ സാധ്യത ഉണ്ടാകുമായിരുന്നോ? ചോദ്യം നമ്പർ 1. 2, തരൂർ എന്ന വ്യക്തി വന്നതുകൊണ്ട് തന്നെയാണോ ഈ പറയുന്ന നിയമത്തിൻ്റെ പല ഈ തെളിവുകളടക്കം കൺമുന്നിൽ വാരിക്കോരി ഉണ്ടായിരുന്നിട്ടും അതുവഴി സഞ്ചരിച്ചു, പലകൂടി സഞ്ചരിച്ചു ഇല്ലായെങ്കിൽ അതൊക്കെ തന്നെ മറ്റൊരു വശം. എങ്കിൽ കൂടിയും ഇന്നും നിൽക്കുന്നു അസ്വാഭാവിക മരണം. അന്ന് മരണത്തിൻ്റെ അന്ന് ഒരു പക്ഷേ എല്ലാവരും സംശയിച്ച അതേ നിലയിൽ തന്നെ ഇന്നും അന്വേഷണ സംഘം 2 വർഷം പിന്നിടുമ്പോഴും നിൽക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം ഗുരുതരമാണ് ഈ കാര്യങ്ങൾ? എന്ത് മെസ്സേജാണ് നൽകുന്നത് ശ്രീ PB തോമസ്? പ്രജീഷ്, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. 2014 ജനുവരി 17-ാം തീയതി ഇതേ ദിവസം ആണ് ഈ സ്ത്രീ മരിക്കുന്നത്. ആരാണ് സുനന്ദ? സുനന്ദ ഏറ്റവും വലിയ ഒരു കോൺഗ്രസ് നേതാവിൻ്റെയും ഒരു സെലിബ്രിറ്റിയുടെയും ഒരു മുൻ കേന്ദ്രമന്ത്രിയുടെയും ഭാര്യയാണ്. ഇത് നമുക്കറിയാം. ഇതിന് ശേഷം 2015 ജനുവരി 1-ാം തീയതിയാണ് ഒരു FIR ഫയൽ ചെയ്യുന്നത്. അത് മർഡർ 302 അനുസരിച്ച്, IPC അനുസരിച്ച്. പക്ഷേ അതിൽ അക്യൂസ്ഡിൻ്റെ പേരില്ല, ആരാ അക്യൂസ്ഡ് എന്നില്ല. അതിനു മുമ്പ് എയിംസിൻ്റെ മെഡിക്കൽ ബോർഡ് പറയുന്നു ഡൽഹി പോലീസ് ഇത് അന്വേഷിക്കുന്ന രീതി ശരിയല്ല, അവർ വളരെ വളരെ കാഷ്വലായിട്ട് എടുക്കുന്നത് പറയുന്നു. അവർ പറഞ്ഞു, അതിൻ്റെ എല്ലാം റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം എന്താ, ഒന്നും നടക്കുന്നില്ല. തെളിവെടുപ്പ് ആരംഭിക്കുന്ന 6 മാസത്തിന് ശേഷമാണ് ഡൽഹി പോലീസ് നടത്തുന്നത്. അന്ന് ആരാണ്? UPയുടെ ഭരണകാലത്താണ് സുനന്ദ മരിക്കുന്നത്. അതായത് 2014 ജനുവരി 17-ാം തീയതി. ഗുലാം നബി ആസാദാണ് ഹെൽത്ത് മിനിസ്റ്റർ. അതിനുശേഷം 2014 മെയ് 26-ാം തീയതി വന്നു, അധികാരത്തിൽ വന്നു, BJP വന്നു. BJP വന്നപ്പോൾ അത് ഫാസ്റ്റ് ട്രാക്കിൽ പോകുമെന്ന് വിചാരിച്ചു. ഫാസ്റ്റ് ട്രാക്കിൽ പോയില്ലയോ എന്നുള്ള കാര്യം അറിയാൻ പാടില്ല. പക്ഷേ എന്താണ് ചെയ്തത്? ഈ ശശി തരൂരിനെ സച്ച് പ്രസ്ഥാനത്തിൻ്റെ അംബാസഡറായിട്ട് നിയമിച്ചു. അതുപോലെ തന്നെ മോഡി പ്രത്യേകമായിട്ട് പറഞ്ഞു, ഇദ്ദേഹം ഓക്സ്ഫോർഡിൽ നടത്തിയൊരു പ്രസംഗം വളരെ ഗംഭീരമായിരുന്നു, അദ്ദേഹത്തെ പ്രശംസിച്ചു. അപ്പോൾ ഇതൊക്കെ തരുന്ന മെസ്സേജ് എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. UPA ഗവൺമെൻറ് തരുന്ന മെസ്സേജ് എന്താണ്, അതുപോലെ തന്നെ NDA ഗവൺമെൻറ് തരുന്ന മെസ്സേജ് എന്താണെന്ന് അറിയാൻ പാടില്ല. ഏതായാലും ഒന്നും നടന്നിട്ടില്ല. അവസാനം FBIക്ക് കൊടുത്തെങ്കിലും FBIയുടെ റിപ്പോർട്ട് ഒക്ടോബർ ഇവിടെ വന്നാണ്. ഇപ്പോഴാണ്, അതിനുശേഷം അത് എയിംസിന് കൊടുത്തു. എയിംസിൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്താ വന്നിരിക്കുന്നത്? ബാക്ക് ടു സ്ക്വയർ വൺ, ശങ്കരം പിന്നെയും തെങ്ങൽ എന്ന് പറഞ്ഞ രീതിയിൽ. അതായത് PB തോമസ് സ്പഷ്ടമായി പറഞ്ഞാൽ ഇക്കാര്യത്തിൽ വിരുദ്ധ ധ്രുവങ്ങൾ, രാഷ്ട്രീയമായിട്ട് വിരുദ്ധ ധ്രുവങ്ങളിലാണെങ്കിലും ഈ വിഷയത്തിൽ പ്രകടമായി വന്നു ചേർന്നിരിക്കുന്നു. അതാണോ താങ്കൾ എന്തായാലും വ്യക്തമാക്കാൻ പോകുന്നത്? ഇക്കാര്യത്തിൽ BJPയും കോൺഗ്രസും UPA സർക്കാരും NDA സർക്കാരും സ്വീകരിച്ചിരിക്കുന്ന നിലപാട് തരൂരിന് അനുകൂലമായിരുന്നു. അതാണല്ലോ സുവ്യക്തമായി പറയാൻ താങ്കൾ ഉദ്ദേശിച്ചത്? അതെ പ്രതീഷ്, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഷബീർ, കോൺഗ്രസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, കോൺഗ്രസിന്റെ നിലപാട് എടുത്താൽ തരൂർ ആവർത്തിക്കുന്നുണ്ടായിരുന്നു തനിക്ക് എതിരെ വരുന്നത് വെറും ആരോപണങ്ങൾ മാത്രമാണ്, തൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് തരൂർ ആവർത്തിക്കുമ്പോഴും മറുവശത്ത് വളരെ വൈരുദ്ധ്യമെന്ന വണ്ണം തരൂരിൻ്റെ ഇടപെടലുകൾ വലിയ തോതിൽ സംശയങ്ങൾക്ക് ഇട നൽകുന്നുണ്ട്. അതിലേക്കൊന്നും തന്നെ പോലീസോ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസിയോ പോയിട്ടുമില്ല. എന്താണ് ഈ 2ാം വർഷവും ജനങ്ങൾ എന്ത് കരുതണം? അല്ല, ഈ നിമിഷം ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഈ 2 ആളുകൾ സംസാരിച്ചപ്പോൾ പോലും ശശി തരൂർ 302 കേസിൽ അദ്ദേഹം ഇതുവരെയും പ്രതി ചേർക്കപ്പെട്ടിട്ടില്ല, പ്രതിയായിട്ടില്ല. ഈ കേസിൻ്റെ പ്രാഥമികമായ അന്വേഷണം നടത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡോക്ടർ സുധീർ ഗുപ്തയുടെ നേതൃത്വത്തിൽ എയിംസിൻ്റെ മെഡിക്കൽ ബോർഡ് പുറത്തുവിട്ടത്
വിഷാദ രോഗത്തിൻ്റെ അമിതമായ ഗുളികയുടെ ഉപയോഗമാണോ എന്ന് സംശയിക്കുന്നു എന്നുള്ളതായിരുന്നു. അതിനുശേഷം കോൺട്രവേഴ്സി വന്നപ്പോൾ അമേരിക്കയിലെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഷഫീർ, ഞാൻ തുടക്കത്തിൽ കാടടച്ചുകൊണ്ട് പോന്നുകൊണ്ട് പറയുകയാണ്, തരൂരിനെതിരെ കേസെടുക്കാൻ തക്ക രീതിയിലുള്ള ഒരു സാഹചര്യമില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞു ഒരു സാഹചര്യം, ഒരു പോയിന്റ് പോലും ഇല്ലെന്നാണ്. ഞാൻ പറഞ്ഞുതരാം. ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് ശശി തരൂർ AICCയുടെ ഫുൾ ടൈം സമ്മേളനത്തിൽ പങ്കെടുക്കുകയായിരുന്നു. ഈ അന്വേഷണ സംഘം ആദ്യം തന്നെ ആന്തരിക അവയവങ്ങൾ പിന്നെ FSL എടുക്കാൻ വേണ്ടിയിട്ട് പരിശോധനയ്ക്ക് എടുത്തു. CCTV ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചു. എവിടെ CCTV ക്യാമറ? ഞാൻ പറഞ്ഞു, ഹോട്ടൽ ലീലയിലെ CCTV ക്യാമറ ഷഫീർ പറഞ്ഞ ഏത് CCTV ക്യാമറയാണ് പരിശോധിച്ചത്? ഏത് ദൃശ്യമാണ് പരിശോധിച്ചത്? CCTV ക്യാമറ അന്വേഷണ ഉദ്യോഗസ്ഥ ഞാൻ പറഞ്ഞത് ഇതിന്റെ കേസിന്റെ നാലുവഴിയെ കുറിച്ചാണ്. CCTV ക്യാമറകൾ പരിശോധിച്ചു, ഒന്നും കണ്ടെത്തിയില്ല. ഈ സുനന്ദ പുഷ്കറിന്റെ റൂമിനകത്തെ കാർപ്പറ്റ് അവരുപയോഗിച്ചിരുന്ന കമ്പിളി പുതപ്പ് ഉൾപ്പെടെ FSL അയച്ചു, ഒന്നും കിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ നാരായൺ സിംഗ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ സുനന്ദയുടെ പിന്നെ അടുത്ത സുഹൃത്തായി ഏറ്റവും അവസാനം വരെ സന്ദർശിച്ച സഞ്ജയ് റാവു ഉൾപ്പെടെയുള്ള ആളുകൾ, സഞ്ജയ് ദിവാൻ ഉൾപ്പെടെയുള്ള ആളുകളെ നുണപരിശോധന നടത്തി നിരവധി തവണ, ഒന്നും കണ്ടെത്തിയില്ല. 5 തവണയാണ് ക്വസ്റ്റ്യനുകൾ ഇതിനകത്തുള്ള സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് ശ്രീ ശശി തരൂരിനെ പരിശോധിച്ചത്, ഒന്നും കിട്ടിയില്ല. ഏറ്റവും അവസാനം അമേരിക്കയിലെ FBI ആന്തരിക പരിശോധനയ്ക്ക് അയച്ചു. സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞു പൊളോണിയം 210 ഇതിൻ്റെ കാരണം. സുധീർ ഗുപ്ത അതിനകത്ത് പിന്നെ അനുകൂലിക്കുകയും ചെയ്തു. അപ്പോൾ സുബ്രഹ്മണ്യ സ്വാമി BJPയുടെ നേതാവാണല്ലോ. ഈ സംഭവം നടന്നതിന് ശേഷം 6 മാസം കഴിഞ്ഞപ്പോൾ BJPയുടെ ഗവൺമെൻറ് വന്നല്ലോ. സുതാര്യമായിട്ട് അന്വേഷിക്കാനുള്ള അവസ്ഥ ഉണ്ടായിരുന്നല്ലോ. FBIയുടെ റിപ്പോർട്ട് പുറത്തു വന്നല്ലോ. പൊളോണിയം അല്ല എന്നാണ് FBIയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോഴാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. 2 കൊല്ലമായി കോൺഗ്രസിൻ്റെ 44 MPമാരിൽ ഒരാളായ ശ്രീ ശശി തരൂരാണ് അതിനകത്ത് ഉണ്ട് എങ്കിൽ എന്തെങ്കിലും ഒരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ്, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എവിഡൻസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശാസ്ത്രീയ തെളിവ് ശശി തരൂരിനെതിരെ കൊണ്ടുവരാൻ BJP ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല. അതാണ് BJPയിലേക്ക് വരുന്ന ആരോപണം. ഷഫീർ തന്നെ വ്യക്തമായി കഴിഞ്ഞു. ഞാൻ അതിലേക്ക് വരാം. ഇനിയുള്ള ചോദ്യം ഞാൻ പത്മകുമാറിലേക്കാണ് വരുന്നത്. എന്തുകൊണ്ട് ഈ പറയുന്ന ഈ വിഷയത്തിൽ 2 ധ്രുവങ്ങളും, കാരണം PV തോമസ് കാര്യങ്ങൾ പഠിച്ച് എന്തായാലും ദില്ലിയിൽ നിന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച ഘടകങ്ങൾ, എന്തുകൊണ്ട് തരൂർ BJPക്കും സമ്മതനായി മാറുന്നു? അവിടെ ഈ കാണിക്കുന്ന വലിയ ഒരു അടുപ്പം, മോഡിയോടുള്ള ഭക്തിയൊക്കെ അദ്ദേഹം കാണിച്ചതൊക്കെ മാധ്യമങ്ങളിലൂടെ അറിയാം. അതിനെന്തായാലും പ്രത്യുപകാരമാണോ എന്ന് സംശയിക്കപ്പെടേണ്ടി വരുന്ന ഒരു ഘട്ടമാണ്. എന്തുകൊണ്ട് ആ ഒരു വർഷം UPA സർക്കാർ കൊണ്ടു നടന്ന ആ ഒരു വർഷക്കാലത്തിന് ഇപ്പുറത്തേക്ക് ഒരു തരി പോലും ദില്ലി പോലീസ്, നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ദില്ലി പോലീസ് ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ തന്നെയാണ്, എന്നിട്ട് കൂടി ഒരു ലെവലേശം എന്തുകൊണ്ടേ പോകാൻ കഴിഞ്ഞില്ല? അല്ല, മോഡിയോടുള്ള അടുപ്പോ വെറുപ്പോ അല്ലല്ലോ ഒരു കേസിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ കുറ്റവാളിയാക്കുന്നതും വെറുതെ വിടുന്നതും. ആ രീതിയിൽ നമ്മൾ വിലയിരുത്തുന്നത് ശരിയല്ല. ഇതിനെ സംബന്ധിച്ച് ഇതിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് ഒരു അൺനാച്ചുറൽ ഡെത്തിന് കേസ് എടുത്തു. അപ്പോൾ ഇതിൽ ആ കേസ് എടുത്തതിന് ശേഷം പോയിസൺ ആണ്, നമ്മുടെ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിൻ്റെ റിപ്പോർട്ട് വന്നത് പോയിസണിങ് ആണ് എന്ന് മനസ്സിലായതിനു ശേഷം ഉടനെ തന്നെ FIR രജിസ്റ്റർ ചെയ്തു. FIR രജിസ്റ്റർ ചെയ്തതനുസരിച്ചിട്ട് ഫിലിപ്പ് പ്രസാദ് സാർ പറഞ്ഞതുപോലെ അൺനോൺ, ഇത് കൊലപാതകമാണ്, 302 അനുസരിച്ചിട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. പ്രതി ആരാണെന്ന് വ്യക്തമല്ല. അപ്പോൾ പ്രതി ആരാണെന്ന് വ്യക്തമല്ല എന്നുള്ളത് സംബന്ധിച്ച് അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ പോയി. FIAയുടെ റിപ്പോർട്ട് വന്ന്, ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വന്ന്, ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. അതിലും ഇദ്ദേഹം ഷമീർ പറഞ്ഞതുപോലെ അല്ല. അതിനെ സംബന്ധിച്ചിടത്തോളം ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിൻ്റെ പ്രസൻസ് കംപ്ലീറ്റ് റൂൾ ഔട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് പുറത്തു വന്നിട്ടില്ല. അത് ഡൽഹി കോടതിയിൽ കൊടുക്കും. നവംബറിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, അത് പോലീസിൽ കിട്ടിയിട്ടുണ്ട്. അത് ഡൽഹി കോടതിയിൽ കൊടുത്തതിന് ശേഷം അതൊരു പുറത്തു വരികയുള്ളൂ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമുക്കത് അങ്ങനെ റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞു പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രസക്തമായ പ്രശ്നം, ഈ ഒരു കല്യാണം കഴിഞ്ഞ് 27 വർഷത്തിന് മുമ്പ് ഭാര്യ സൂയിസൈഡ് ചെയ്താൽ പോലും കേസെടുക്കാം. അതെന്തുകൊണ്ട് കേസെടുക്കാം? ആ ഒരു ആനുകൂല്യം നമുക്ക് ശശി തരൂരിന് എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതാണ് അവിടെയുള്ള അതിനൊരു വിലങ്ങുതടിയായി വന്നിട്ടുള്ളത്. ഈ കേസിനെ സംബന്ധിച്ച്, ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 2 FIR എടുക്കാൻ പറ്റില്ല. ഈ 302 അനുസരിച്ച് FIR എടുത്തിട്ടുണ്ട്. ഇനി പ്രതികളെ കണ്ടെത്തണം. ആ പ്രതികളെ കണ്ടെത്താൻ അനുസരിച്ചിട്ട് 6 പേരെ, ഇദ്ദേഹത്തിൻ്റെ സഞ്ജയ് ധവാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അന്ന് ആദ്യം ഓടിയെത്തിയ ആള്, 2 ഡ്രൈവർ, പിന്നെ നാരായൺ സിംഗ്, ഇവരെല്ലാം ഉൾപ്പെടെ 6 പേരെ നുണപരിശോധന
ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പുതിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ പെർമിഷനോടുകൂടി ശശി തരൂരിനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കും. സംശയമില്ല, കൂടുതൽ അന്വേഷണം വരും. അപ്പോൾ അതിനുശേഷമേ നമുക്ക് പ്രതിയെ ഒരു കാരണവശാലും ഒരു പ്രതിയെയും സംരക്ഷിക്കുന്ന ഇതില്ല. പക്ഷേ ഒരു അനുകൂലമായി രാഷ്ട്രീയ ഈ ഒരു ക്രിമിനൽ കേസിൻ്റെ ഡയറക്റ്റ് എവിഡൻസ് വന്നിട്ടില്ല എങ്കിൽ സാഹചര്യ തെളിവുകൾ പുൽപ്പം പ്രസാദ് സാറിന് അറിയാം, അത് വിരൽ ചൂണ്ടുന്നത് ശശി തരൂരിലേക്ക് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. അത് ഞാൻ പറഞ്ഞുതരാം. അല്ല, മരണത്തിന് തലേ ദിവസം ഏറ്റവും അവസാനമായിട്ട് ഈ സുനന്ദ പുഷ്കർ ഇന്ത്യയിലെ പ്രഗത്ഭയായ ഒരു പത്രപ്രവർത്തകൻ നളിനി സിംഗുമായി നടത്തിയ അഭിമുഖം, അത് പറഞ്ഞിട്ടുള്ള കാര്യം ഒന്ന് IPL വിവാദം ഞാൻ വെളിയാക്കാൻ പോവുകയാണ്. ഷബീർ, ഒരുപക്ഷെ സങ്കീർണമായ ഒട്ടേറെ ആരോപണങ്ങളും ഒക്കെ തന്നെ വന്ന ഒരു കേസായിരുന്നു എന്തായാലും സുനന്ദ കേസ്. മാധ്യമപ്രവർത്തകൻ കൂടിയായ ദേവദാസ് ചേരുന്നു. ദേവദാസ്, ഒരുപക്ഷെ എന്തുകൊണ്ട് ശശി തരൂർ ഇങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു? ആരോപണ വിധേയനാണ്, പല വാദത്തിന് വേണ്ടി പല സാഹചര്യങ്ങളും അല്ലെങ്കിൽ FIR അടക്കം ഒരു പക്ഷേ പറഞ്ഞേക്കാം, അതിലേക്ക് തന്നെ ടെക്നിക്കാലിറ്റീസ്. പക്ഷേ സാഹചര്യ തെളിവുകൾ നമ്മുടെ മുന്നിലുണ്ട്. കേവലമായി എന്തായാലും ഇത്തരം കേസുകളിൽ വരാവുന്ന 7 വർഷത്തിന് അല്ലെങ്കിൽ അതിന് അകം വെച്ച് ഭാര്യ മരണപ്പെട്ടാൽ സ്വീകരിക്കാവുന്ന നടപടിക്രമങ്ങൾ, നിയമത്തിലെ നടപടിക്രമങ്ങൾ പോലും തരൂരിലേക്ക് വരുന്നില്ല. തരൂർ സംശുദ്ധനായി മുന്നോട്ട് പോകുന്നു. 2 പാർട്ടികൾക്കും ഒരുപക്ഷെ ഇക്കാര്യത്തിൽ ഈ സുനന്ദ കേസിൽ വലിയ ആരോപണങ്ങൾ 2 സൈഡിൽ നിന്നും വരുന്നതുമില്ല. താങ്കളുടെ നിരീക്ഷണത്തിൽ എന്തുകൊണ്ട് സംരക്ഷിക്കപ്പെടുന്നു? എന്തുകൊണ്ട് 2 വർഷക്കാലവും ദില്ലി പോലീസ് നിന്നിടത്ത് തന്നെ നിൽക്കുന്നു? ഇത് ഒന്നും ആലോചിക്കാനൊന്നുമില്ല. എന്താ പറയാ, ഇത് ഫിക്സിങ്ങിന്റെ വേറെയൊരു ഇതാണ്, അതിന്റെ മറുതലമാണ്. ഇതിപ്പോ ഷബീർ ഒന്നും പറയുന്ന പോലെയല്ല. ഷബീർ പറഞ്ഞത് സുധീർ ഗുപ്തേന ഇവർ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, സുധീർ ഗുപ്തേന പ്രഷറൈസ് ചെയ്തിട്ട് അനുകൂലമായി നാച്ചുറൽ ഡെത്ത് ആയിട്ടും വേണമെന്ന് ഈ ഗുലാം നബി ആസാദും ഈ ശശി തരൂറും ഫാക്ട് ചെയ്തതല്ലേ, ഇമെയിൽ ചെയ്തതല്ലേ പറഞ്ഞേ. എന്നിട്ട് അയാൾ അതിന് നിൽക്കാത്തപ്പം അയാളെ താഴ്ത്തിയിട്ട് വേറെ ഒരാളെ പ്രൊമോട്ട് ചെയ്തിട്ട് AMS ആക്കിയതിനെതിരെ അയാൾ കാറ്റ് പോയി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ. അതാണ് റീഇൻസ്റ്റേറ്റ് ചെയ്ത സുധീർ ഗുപ്ത. സുധീർ ഗുപ്ത ആദ്യത്തെ ദിവസം പറഞ്ഞു പോയിസൺ ആണ് എന്ന്. പോയിസൺ ആണ് എന്ന് പറഞ്ഞാൽ 15-ാം തീയതി ഇവിടുന്ന് വിമാനത്തിൽ പോകുമ്പോൾ മനീഷ് തിവാരിയല്ലേ കണ്ട് അടികൂടിയിട്ട് എയർപോർട്ടിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഓടിയ ചിത്രം കണ്ടില്ല? 7 സ്റ്റാർ ഹോട്ടലിൽ പോയി നിന്നപ്പോൾ പറഞ്ഞു എന്റെ ക്വാർട്ടേഴ്സ് പെയിന്റ് ചെയ്യുന്ന, ആ ക്വാർട്ടേഴ്സ് പെയിന്റും ഒന്നും അടിക്കുന്നുണ്ടായിട്ടില്ല. എന്നിട്ട് നിന്ന് സുനന്ദ പുഷ്കറുടെ അടുത്തേക്ക് 16-ാം തീയതി ബുക്ക് ചെയ്തു. ശശി തരൂർ വേറൊരു റൂം എടുത്തിട്ട് അവിടെ ബുക്ക് ചെയ്തു. ആ റൂമിലും എന്നിട്ട് തൽക്കത്തോറ സ്റ്റേഡിയത്തിൽ പോയി കോൺഗ്രസിന്റെ പ്ലീനത്തിൽ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ദിവസം ഒരു സുഖമില്ല എന്ന് പറഞ്ഞ് 2 മണിക്ക് ഫോൺ വന്നിട്ടും ഒരു ഭർത്താവ് ഏതൊരു സ്ട്രീറ്റിലുള്ള തെരുവ് ദണ്ഡി പോലും സ്വന്തം ഭാര്യനെ ആസ്പത്രി കൊണ്ടാക്കുമല്ലേ ചെയ്യുക? ഇത്രയും സൗകര്യമുള്ള മന്ത്രി കിടന്ന് മരിക്കാൻ വേണ്ടിയിട്ട് വിടുവാണോ ചെയ്യുക? എന്നിട്ട് 7 മണിക്ക് തിരിച്ചു വന്നിട്ട് ഉറങ്ങുന്നാണ് ഉള്ളില്. ഞങ്ങളിപ്പം കേരളെന്ന് പറഞ്ഞ് കാപ്പിയും കുടിച്ചിരുന്ന് മരിക്കാൻ വേണ്ടി വിട്ട പോലെ ആക്കിയിട്ട് ക്ലീൻ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സിലുള്ള റൂമാക്കി ഒരു ലൂപ്പസ് എന്ന് പറഞ്ഞ രോഗത്തിന്റെ എന്തോ ആൽട്രാക്സിന്റെ 2 സ്ട്രിപ്പും കണ്ടയല്ലേ അവിടെ. എന്നിട്ട് ഇപ്പം പറയുന്നത് സുധീർ ഗുപ്ത പറഞ്ഞു അത് പോയിസണാന്ന് പറഞ്ഞാൽ ക്രിമിനൽ നിയമപ്രകാരം നിങ്ങളെ സുപ്രീം കോടതിയുടെ വേർഡിക്റ്റ് ഉണ്ട്. നിങ്ങൾ ഏത് പോയിസണാന്ന് അറിഞ്ഞിട്ട് ആളെ പിടിക്കുള്ളൂ കൊലപാതകത്തിന്. എവിടെയുള്ള നിയമ ഇതെങ്ങനെയാണ്? ഇവിടെയല്ല, ഇന്ത്യയിലെ ക്രിമിനൽ ലോന് നാണക്കേടാ BJPയും കോൺഗ്രസും ഭരിക്കുമ്പോ. 1 കൊല്ലം കഴിഞ്ഞ് ദേവദാസ്, 1 കൊല്ലം കഴിഞ്ഞിട്ടും അതിന്റെ ആ ഒരു തലത്തിന് അപ്പുറത്തേക്ക് ദില്ലി പോലീസിന്റെ അല്ലെങ്കിൽ നിയന്ത്രണമൊക്കെ തന്നെ എന്തായാലും കേന്ദ്രത്തിലാണല്ലോ. BJPക്ക് പോലും ഇക്കാര്യത്തിൽ ഒരു താല്പര്യം കാണിക്കുന്നില്ല. പ്രത്യേകിച്ച് തരൂരിനെ പോലെ കോൺഗ്രസ് വക്താവായിട്ടൊക്കെ തന്നെ ഇരുന്ന വ്യക്തി അങ്ങനെ ഉള്ള വ്യക്തിക്കെതിരെ പോലും ചെറുവില അനക്കാൻ BJPക്ക് പോലും കഴിയാതെ പോകുന്നു. അവിടെയാണ് ഇത് എന്ന് പറഞ്ഞാൽ ഈ കൂറേനെ പിടിച്ചിട്ട് നമ്മൾ ഈ പാറ്റേനെ പിടിച്ചിട്ട് ഇങ്ങനെ തട്ടിക്കളിക്കുന്ന പോലെ കോൺഗ്രസിന്റെ ഉള്ളില് ഒരു ശശി തരൂരിനെ കിട്ടിയോണ്ടുള്ള ഉപകാരം എന്തെന്നാ? മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ അമേരിക്കയിൽ പോകുമ്പം UN-ന്റെ ഇത് ഉപയോഗിച്ച് അമേരിക്കയിലെ മുഴുവൻ കണക്ഷനും മോഡിക്ക് വേണ്ടി ആക്കി കൊടുത്തത് തരൂറാണെന്നാണ് ഒരു ക്ലെയിം. അതൊന്ന് ഔട്ട്ലുക്ക് പറഞ്ഞത് ഒരു ക്ലെയിം. 2, സ്വച്ഛ് ഭാരതിൽ മൻ കി ബാത്തിലൂടെ ഒരു കോൺഗ്രസിന്റെ സ്പോക്സ്മാനെയാണ് പറഞ്ഞത് ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വിഴിഞ്ഞത്തിൽ
കോവളത്ത് പോയിട്ട് ഒരു ചത്ത എലീനി എടുത്തിട്ട് ഫോട്ടോന് നിന്നില്ലേ? എന്തുകൊണ്ട്? പിന്നെ മോഡി, നരേന്ദ്രമോദി ഇനി ഒരു ഭാവിയിൽ ഇന്ത്യന്റെ ഒരു ചേഞ്ച് വരുത്തുന്ന പ്രൈം മിനിസ്റ്ററാന്ന് എഴുതിയല്ലേ? എന്നിട്ട് അത് എഴുതിയോണ്ടല്ലേ കോൺഗ്രസ് സ്പോക്സ് പേഴ്സൺ നിന്ന് മാറ്റിയത്? അത് പിന്നെ പാർലമെന്റിൽ നിന്ന് ഡിസ്റപ്റ്റ് ചെയ്തതിന്റെ എതിരെയായിട്ട് ലളിത് മോഡിന്റെ പ്രശ്നം വന്നപ്പം ഇത് സ്പീക്ക് ചെയ്തതിന് എന്തുകൊണ്ട് ശശി തരൂരിനെ സോണിയാഗാന്ധി അല്ലേ? അതായത് ദേവദാസ് ഈ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ അദ്ദേഹത്തിന് എന്തായാലും ഈ കേസിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ആന്തരിക പരിശോധന FBI റിപ്പോർട്ട് ഇപ്പോൾ ഏറ്റവും പുതുതായി വന്നിരിക്കുന്നു. അതൊരു പക്ഷേ നിർണായകമാണ് എന്ന വിലയിരുത്തലും വരുന്നുണ്ട്. ഈ ഘട്ടത്തിലും താങ്കൾ ഇതിനൊരു പുതുദിശ കാണുന്നുണ്ടോ? ഏതെങ്കിലും ഒരു പ്രതീക്ഷയുള്ള ഒരു പുതുദിശ? പുതുദിശ ലോ ഓഫ് ദ ലാൻഡ് ആണ് ഞാൻ കാണുന്നത്. എന്തറിയാ, ഈ പൊളോണിയം ഒന്നുമല്ല, ഷബീർ പറയുന്നില്ല, പൊളോണിയം എല്ലാമേ പറഞ്ഞിട്ടുള്ളൂ. അതൊരു പോയിസൺ ആണെന്ന് പറഞ്ഞപ്പോൾ ആരത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്തു? അതുകൊണ്ടാണ് സുധീർ ഗുപ്ത ചോദിക്കുന്ന ചോദ്യം AIMSലെ, ആരത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്തു? ഒന്നെങ്കിൽ ഇവർ സ്വയം കഴിക്കണം, അല്ലെങ്കിൽ ഇവരെ ഇഞ്ചക്ട് ചെയ്യണം. ഇവരുടെ കയ്യിൽ പാടുണ്ടു. തലേന്ന് 2 ദിവസം മുമ്പേ വരെ പോകുമ്പോൾ ഒരു പാട് പോലും ഇല്ലാത്ത വെളുത്ത മൊസൈക്ക് പോലത്തെ കൈയാക്കിയ സ്ത്രീ പാടുകളാണ് ഇഞ്ചക്ഷൻ പാട്. അപ്പൊ ഫോഴ്സ്ഫുള്ളിക്കാറ്റ് അതിൽ വേറെയൊന്നും ഞാനൊന്നും പറഞ്ഞുതരാം. 2014 നവംബറിൽ ശശി തരൂർ ഒരു എഴുത്തെഴുതി എന്നെയും നാരായണ സിംഗിനെ പോലീസ് അടിച്ചിട്ട് പറയിപ്പിച്ചു. ഞാനും ശശി തരൂറും നാരായണ സിംഗും കൂടിയിട്ടാണ് ഈ സുനന്ദയെ കൊന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ ദേവദാസിലേക്ക് ഞാൻ മടങ്ങിയെത്താം. കാരണം ബിലിപ്പൻ പ്രസാദ് എന്തായാലും അദ്ദേഹത്തിന്റെ നിയമത്തിന്റെ ആ ഒരു തലം കൂടി സ്പർശിച്ചുകൊണ്ടുള്ള ഒരു ചർച്ച തന്നെയാണ് അനിവാര്യമായി വരുന്നത്. അഡ്വക്കേറ്റ് ഫിലിപ്പൻ പ്രസാദ്, ഇവിടെ നമ്മൾ പരിശോധിച്ച ഘടകങ്ങൾ 2 വർഷമായി തേടിക്കൊണ്ടിരിക്കുന്ന അതേ സഞ്ചാരത്തിൽ പല മൊഴികളും ഇവിടെ പരിശോധിക്കപ്പെടേണ്ടത് അല്ലെങ്കിൽ അതൊക്കെ പരിശോധിച്ചിട്ടുണ്ട്. നളിനി സിംഗിൻ്റെ മൊഴി ഒരുപക്ഷെ സുപ്രധാന മൊഴി തന്നെയാണ്. അതിലേക്ക് ലെവലേശം അല്ലെങ്കിൽ അതെല്ലാം പരിശോധിച്ച് അവർ IPLന്റെ കാര്യങ്ങൾ പറഞ്ഞു. എന്തുകൊണ്ട് സുനന്ദ അന്ന് വൈകുന്നേരം വാർത്താസമ്മേളനം വിളിക്കാൻ പോകുന്നു, ശശി തരൂരിൻ്റെ പരസ്ത്രീ ബന്ധം, ഇതൊക്കെ ഇങ്ങനെ ഇഴചേർന്ന് വലിയ ഒരു സ്ഫോടനാത്മകമായ ഒട്ടേറെ സംഗതികൾ അത് പറഞ്ഞത് നളിനി സിംഗിലേക്കാണ്. ഈ മൊഴികൾ പോലും രേഖപ്പെടുത്തിയോ അല്ലെങ്കിൽ രേഖപ്പെടുത്തിയെങ്കിൽ കൂടി അതിൻ്റെ വസ്തുനിഷ്ഠമായ അല്ലെങ്കിൽ അതിൻ്റെ നൂലാമാലകളിലേക്ക് സഞ്ചരിച്ചുവോ ദില്ലി പോലീസ്? എന്തുകൊണ്ട് ഇപ്പോഴും അസ്വാഭാവികത? ആന്തരിക പരിശോധന അങ്ങനെ ഇത്തരത്തിലുള്ള ടെക്നിക്കാലിറ്റീസിലേക്ക് തട്ടി കാര്യങ്ങളെ സങ്കീർണമാക്കുകയായിരുന്നു ചെയ്തത്. വളരെ വിലയിരുത്തിയാൽ വളരെ വ്യത്യസ്തമായ ഒരു ആംഗിളും കൂടി ഇതിനകത്തുണ്ട്. ശശി തരൂരിനോട് സിമ്പതി കാണിക്കുന്നത് എല്ലാ മെയിൽ ഡോമിനേറ്റഡ് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയും ലീഡർഷിപ്പാണ്. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും മെയിൽ ഡോമിനേറ്റഡ് ആണ്. ആ മെയിൽ ഡോമിനേറ്റഡ് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു വികാരം, പാവം ശശി തരൂർ ആ സ്ത്രീ കാണിച്ചത്, അയ്യോ അയാളെ തൊലച്ചു കളഞ്ഞു. ഇതാണ് അകത്തെ സൈക്കോളജിക്കൽ സെൻറ്റിമെൻറ്റ്. ഇത് മെയിൽ ഡോമിനേറ്റഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ എല്ലാ വനിതാ സംഘടനകളും മെയിൽ ഡോമിനേറ്റഡ് ആണ്. ഇന്ത്യയിലെ ഒരു വനിതാ സംഘടനയും ഇതിനെതിരെ ശക്തമായ ഒരു പ്രസ്ഥാനമായിട്ട് വന്നിട്ടില്ല. തരൂർ മറുവശത്ത് എന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ വനിതാ സംഘടനകളെ, BJPയുടെ വനിതാ സംഘടനകളെ, കോൺഗ്രസിൻ്റെ ഈ സുഗതകുമാരി ടീച്ചർ പോലും ഈ കാര്യത്തിൽ ഒരു ശക്തമായിട്ടുള്ള നിലപാടുമായിട്ട് വന്നിട്ടില്ല. ശ്രദ്ധിക്കണം, അത് വനിതാ സംഘടനകൾ പോലും മെയിൽ ഡോമിനേറ്റഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് എറിഞ്ഞു കൊടുക്കുന്ന ഇഷ്യൂസ് ഏറ്റെടുത്ത് അവിടെ മെയിൽ ഡോമിനേറ്റഡ് എന്ന പദത്തിനേക്കാൾ ഉപരി തരൂരാണ് ഇതിനകത്ത് ഒരുപക്ഷെ തരൂർ എന്ന വ്യക്തിക്ക് എന്തുകൊണ്ട് ഇത്രത്തോളം ആനുകൂല്യങ്ങൾ 2 ദിശയിൽ നിന്നും, ഒരുപക്ഷെ പൊളിറ്റിക്കൽ പാർട്ടീസ് 2 ഘടകങ്ങൾ പറയുമ്പോഴും വൈരുദ്ധ്യാത്മകമായ പല കാര്യങ്ങളിലും ഉണ്ടാകും. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് ഈ ഒരു യോജിപ്പ് തരൂരിൻ്റെ വിഷയത്തിൽ? മെയിൽ ഡോമിനേഷൻ തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം. മെയിൽ ഡോമിനേഷൻ മാത്രമല്ല, വനിതാ സംഘടനകളിലെയും വനിതാ പ്രസ്ഥാനങ്ങളിലെയും മെയിൽ ഡോമിനേഷനാണ്. 2 കൊല്ലം ഈ കേസ് വലിച്ചഴയ്ക്കാൻ 2 മെയിൽ ഡോമിനേറ്റഡ് പാർട്ടീസ് പങ്കുവെച്ച് നടത്തുമ്പോൾ മിണ്ടാതെ കമഹിമാൻ ഒരൊറ്റ ആൾ മിണ്ടുന്നില്ലല്ലോ. വീരശൂര പരാക്രമികളായ വനിതാ സ്ത്രീകൾ എവിടെ പോയി? ലജ്ജ വേണം അവർക്ക്. ശശി തരൂരിനെ പോലുള്ള ഒരാളായപ്പോൾ ആ സ്ത്രീയെ കൊന്നിട്ട് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഇതൊരു വല്ലാത്ത സൈലൻസാണ് ഇവിടെ. ഈ സൈലൻസ് ഇട്ടുകൊടുത്തത് ഈവൻ ഐ വുഡ് സേ ദറ്റ് ഇറ്റ് ഈസ് മീഡിയ അപൂർവമായിട്ട് ഇതും കൈകാര്യം ചെയ്യുന്നുള്ളൂ. കാര്യം അത് അപൂർവമായിട്ടുള്ള, അതൊരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് ഉള്ളപ്പോൾ മാത്രമേ മീഡിയ ഇത് കൈകാര്യം ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി, പൊളിറ്റിക്കലായിട്ട് പവർഫുള്ളായിട്ടുള്ള ഒരു മെയിലിനെ എല്ലാവരും കൂടി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വളരെ നീചമായ, ഡൽഹി മാനഭംഗത്തെക്കാട്ടിലും
റേപ്പിനെക്കാട്ടിലും നീചമായ ഇന്ത്യയിലെ ജനങ്ങളുടെ സ്ത്രീകൾക്ക് Yes, yes, മാനക്കേടുള്ള ഒരു yes, കാര്യം. yes. ഇത് പത്മകുമാർ, എന്തുകൊണ്ട് തരൂരിനെ ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം സമ്മതനായി മാറുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യങ്ങളെ തരൂർ ഉപയോഗിക്കുന്നു, ആ രീതിയിൽ നിയമത്തിൻ്റെ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് തരൂർ അങ്ങേയറ്റം ഉപയോഗിക്കും വേണ്ടി, എന്തുകൊണ്ട് ബി ജെ പിക്ക് ഇക്കാര്യത്തിൽ തരൂരിൻ്റെ കാര്യത്തിൽ ഒരു കടുത്ത നിലപാടിലേക്ക് പോകാൻ പോലും കഴിയുന്നില്ല? നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും ബി ജെ പിയിൽ നിന്ന് ഒരു പക്ഷേ പ്രതീക്ഷിച്ചേക്കാം. എന്തുകൊണ്ട് ബി ജെ പിക്ക് പോലും തരൂരിൻ്റെ കാര്യത്തിലും സുനന്ദ കേസുമായി ബന്ധപ്പെട്ട് എന്ത് ചലനമുണ്ടാക്കാൻ കഴിഞ്ഞു എന്ന ചോദ്യം പ്രസക്തമല്ലേ? ബി ജെ പി ഒരിക്കലും ശശി തരൂരിന് അനുകൂലമായ ഒരു നിലപാടെടുക്കുകയല്ലോ. ഇപ്പം ശശി തരൂർ കുറ്റവാളിയാണെങ്കിൽ അറസ്റ്റ് ചെയ്യണം. ഈ ഡൽഹി പോലീസിൻ്റെ ഒരു ഘട്ടത്തിലും അതിൻ്റെ അന്വേഷണത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഇടപെടാറില്ല. അത് സംശയമാണ്. ഇപ്പോൾ ശശി ഞാൻ പറഞ്ഞത് സാഹചര്യ തെളിവുകൾ, തരൂരിനെതിരെ കേസെടുക്കാവുന്ന തെളിവുകൾ ഉണ്ടായിട്ട് കൂടി അതെടുക്കാത്ത ഘട്ടത്തിൽ സ്വാഭാവികമായും നിങ്ങൾക്കൊരു പ്രതികരണം നടത്താമായിരുന്നല്ലോ. അങ്ങനെ ബി ജെ പി എപ്പോഴും ശശി തരൂരിനെതിരായിട്ടുള്ള നിലപാടിൽ തന്നെ എടുത്തിട്ടുള്ളത് കേരളം. നിങ്ങൾ ആലോചിച്ചു, ഈ ചാനലിൽ തന്നെ എത്ര തവണ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ വളരെ ശക്തമായ നിലപാട് തന്നെയാണ് ബി ജെ പി ഏത് നേതാവ് ഇവിടെ വന്നപ്പോഴും എടുത്തിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് ആലോചിക്കുന്നത്, ശശി തരൂരിൻ്റെ 6 or 7 ഫോണുകൾ, മൊബൈൽ ഫോണുകളും മാസങ്ങളോളം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ കാര്യങ്ങൾ വെച്ചിട്ട് മറ്റുള്ളവരുടെ പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചൊരു ഈ എന്താണ് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള ഈ പോയിസൺ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള FBI റിപ്പോർട്ട് വന്നത് നവംബറിലാണ്. അതിനിപ്പോൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു അന്വേഷണത്തിൻ്റെ ഫർദർ സ്റ്റെപ്പിലേക്ക് പോകാൻ കഴിയും. തീർച്ചയായിട്ടും ഇതിൽ ശശി തരൂർ ഇൻവോൾവ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രതിസ്ഥാനത്ത് വരുമെന്നുള്ളതിൽ യാതൊരു സംശയവും പി. വി. തോമസ്, പത്മകുമാറിൻ്റെ ആ വാചകങ്ങളെ നമ്മൾക്ക് കണ്ണിക്കാതെ മുഖവിലേക്ക് എടുക്കാൻ കഴിയുമോ? ഇവിടെ CBI അന്വേഷണം എന്നൊക്കെ തന്നെ തുടക്കത്തിൽ പറയുകയുണ്ടായി. പക്ഷേ അതിലേക്ക് സാഹചര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല. ദില്ലി പോലീസിൻ്റെ കൈകളിൽ എല്ലാം ഭദ്രമായിരിക്കും, ദില്ലി പോലീസ് തന്നെ അന്വേഷിക്കട്ടെ. പക്ഷേ അതൊരു കവചമായി മാറുകയായിരുന്നു. ദില്ലി പോലീസ് അതിൻ്റെ നിയമത്തെ ഇങ്ങനെ, അല്ലെങ്കിൽ അതിൻ്റെ അന്വേഷണ ഘട്ടത്തെ ഇത്രത്തോളം എത്തിക്കുന്നു, ഇനിയും പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു പോയിന്റിലേക്ക് പോലും എത്തിയിട്ടില്ല. അതുകൊണ്ടുകൂടി അതായത് CBI അന്വേഷണം പോട്ടെ, ഇവിടെ SIT ഇതിനു വേണ്ടിയിട്ട് ഫോം ചെയ്യുകയുണ്ടായി. ആ SITയുടെ അവസ്ഥ എന്നതാണിത്? SIT ശരിക്കും വിർച്വലി ഡിസ്മാൻഡിൽ ചെയ്യുകയാണ് ഉണ്ടായത്. SIT ഒന്നുമായിട്ട് വന്നില്ല. എന്തുകൊണ്ട് സംഭവിച്ചു? അത് ഡിസ്മാൻഡിൽ ചെയ്യാനോ ഒത്തിരി പേരെ ട്രാൻസ്ഫർ ചെയ്യാനോ ഉണ്ടായി എന്നൊരു കാരണം പോലും ഡൽഹി പോലീസ് കമ്മീഷണർ ബാസിക്ക് പറയാൻ ഉണ്ടായില്ല, പറഞ്ഞില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അതൊക്കെയാണ് നമ്മൾ അറിയേണ്ട കാര്യം. സുനന്ദ പുഷ്കറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, സുനന്ദ പുഷ്കറിന് IPLലെ സ്വെറ്റ് മണി മാത്രമല്ല, സുനന്ദ പുഷ്കറിന് കോൺഗ്രസിൻ്റെ പോളിസി ആയിട്ടുള്ള ഈ ആർട്ടിക്കിൾ 370 ഡിസ്മാൻഡിൽ ചെയ്യുന്നതിനെക്കുറിച്ച് എതിരായിട്ട് അനുകൂലമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാനതൊരിക്കൽ ടെലിവിഷനിൽ കാണുമ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. കാരണം പറഞ്ഞു സുനന്ദ പുഷ്കറിൻ്റെ കാശ്മീരിയാണ്, അത് പറഞ്ഞു കാശ്മീരിലെ സ്ത്രീകൾക്ക് അത് ഗുണം ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയമായിട്ടും പല കാര്യങ്ങളിലും ഇവർ തമ്മിൽ ഇതുണ്ടായിരുന്നു, ഗാർഹികമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എക്സ്ട്രാ മാരിറ്റൽ അഫയറിൻ്റെ കാര്യങ്ങൾ എതിർപ്പുണ്ടായിരുന്നു. അതെല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അറിയാമായിരുന്നിട്ടും സുനന്ദ പുഷ്കറിൻ്റെ മരണം എന്ന് പറയുന്നത് ആത്മഹത്യയാണെന്ന് ആദ്യം പറഞ്ഞു, പിന്നീട് പറഞ്ഞു കൊലപാതകമാണെന്ന് പറഞ്ഞു, ഇപ്പോൾ പറയുന്നു അതൊരു അൺനാച്ചുറൽ ഡെത്താണെന്ന് പറയുന്നു. ആത്മഹത്യയായിരുന്നെങ്കിൽ പോലും അന്നും ഞാൻ പറയും എവരി സൂയിസൈഡ് ഇസ് എ മർഡർ. അതായത് എന്തെങ്കിലും ആരെങ്കിലും കാരണമില്ലാതെ ഒന്നും ആരും മരിക്കുകയില്ല, ആത്മഹത്യ ചെയ്യില്ല. അതിന് കാരണക്കാരാണെങ്കിൽ അവർ കൊലപാതകയാണ് ശരിക്കും. അത് നിയമത്തിൽ 302 വരുന്നില്ല, അബറ്റ്മെൻറ്റേ വരുന്നുള്ളൂ, അത് വേറെ കാര്യം. എങ്കിൽ പോലും സുനന്ദയുടെ കാര്യത്തിൽ സംഭവിച്ചത് ശശി തരൂരുമായിട്ടുള്ള നല്ല കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. ആ കോൺഫ്ലിക്റ്റിൻ്റെ കാര്യം അറിയാം, ഇവർക്കൊക്കെ അറിയാം. അത് ലൈവ് ഡിറ്റക്ടർ ടെസ്റ്റിലേക്ക് നോക്കട്ടെ, അന്ന് എന്ത് വരുമെന്ന് അറിയാം. അതുപോലും എനിക്ക് വിശ്വാസമില്ല ഡൽഹി പോലീസ് നടത്തി കഴിഞ്ഞാൽ അത് ശരിയായി വരുമെന്ന് അറിയാൻ പറ്റില്ല. ഏതായാലും ഈ ഒരു കാര്യം നമുക്കറിയാം, സുനന്ദ പുഷ്കറിന് കൊല്ലപ്പെട്ടു. അതിൻ്റെ കാരണം അറിയണം. ആ സ്ത്രീക്ക് നിയമം കൊടുക്കണം, ജസ്റ്റിസ് കൊടുക്കണം. അത് പറ്റുമോ? മോഡി ഗവൺമെൻറ്റിന് പറ്റുമോ? മോഡി ഗവൺമെൻറ് സ്ത്രീകളുടെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടല്ലോ വലിയ കാര്യമായിട്ട്. ഡൽഹി പോലീസിന് പറ്റുമോ? പറ്റില്ല. പറ്റുമോ? അറിയാൻ പാടില്ല. UPA ഗവൺമെൻറ് കൊടുത്തില്ല. അതാണ് ഇതിൻ്റെ ദാരുണമായ സത്യം. യെസ്, തീർച്ചയായും. ദേവദാസ്, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? ദേവദാസ്, പത്മകുമാർ പറഞ്ഞുവല്ലോ, കാരണം BJPക്ക് ഇക്കാര്യത്തിൽ മുൻവിധിയോടുകൂടിയുള്ള ഒരു സമീപനവുമില്ല. തുടർന്ന് വന്ന UPA സർക്കാർ തുടർന്ന് വന്ന അന്വേഷണം, അല്ലെങ്കിൽ ആ ഏജൻസി നടത്തി വന്ന അന്വേഷണത്തിൻ്റെ ദിശയിൽ ഇടപെടുകയോ അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. ഇതിലൊരു തീർപ്പ് എന്തായാലും ഉണ്ടാകുമെന്ന് BJPയുടെ വക്താവ്, പുതിയ വക്താവാണ് അദ്ദേഹം, ഇന്ന് ഔദ്യോഗികമായി അദ്ദേഹം ചാർജ് എടുത്തില്ലെങ്കിൽ കൂടിയും
പീപ്പിൾ ടി വിയിലൂടെ അദ്ദേഹം ആദ്യമായി ചർച്ചയ്ക്ക് വരുന്നതും. അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഒരു പൂർണ്ണമായ ഒരു മെറിറ്റ് എന്തായാലും ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കാം. ഇടപെടലില്ലാത്ത വിശ്വാസയോഗ്യമാണോ താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല. എന്താ കാര്യം എന്ന് പറഞ്ഞാല് പത്മകുമാർ ഭാവം ഇന്ന് വക്താവായതാ. ഇതിന്റെ കള്ളക്കളിയൊന്നും വലിയ അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ കാര്യം എന്ന് പറഞ്ഞാല് IPL ശ്രീശാന്തിനെല്ലാം അറസ്റ്റ് ചെയ്തതാണ് ഡൽഹി പോലീസ്. അതിന് കിട്ടിയ ഏറ്റവും വലിയ എറിയായിരുന്നു സുനന്ദ പറയാൻ പോയത്. IPL ആണ് പറയാൻ പോയത്. IPL ലിങ്ക്സില് ഈ കള്ളക്കളി ഫിക്സിങ്ങിലെല്ലാം ശശി തരൂരിന്റെ റോളും സ്വെറ്റി കിട്ടി 70 കോടിന്റെയും കൊച്ചിൻ ടസ്കേഴ്സിന്റെ എങ്ങനെ വന്നു എന്ന് പറയാനാണ് നളിനി സിംഗിനെ വിളിച്ചത്. അപ്പോ അത് പ്രകാരം ചോദ്യം ചെയ്യാണ്ട് IPL ഇപ്പൊ എന്താ നോക്കേണ്ടതെന്ന് ISI ചാരയായ മെഹർ ടെററായിട്ടാണ് ശശി തരൂറിന് ബന്ധം എന്നാ പറഞ്ഞ ISI ചാര. അപ്പൊ നോക്കണം ഇപ്പോഴത്തെ കഥ. അതിർത്തിയിൽ പഞ്ചാബിൽ സൽവിന്ദർ സിംഗ് എന്ന് പറയുന്ന എസ്പിക്ക് ISI ചാര പ്രവർത്തനം ഉണ്ട് എന്ന് പറയുന്നത് ഹെറോയിൻ കടത്ത്. അതേപോലെ IPL ഫിക്സിംഗ് എന്ന് പറഞ്ഞാൽ ചാര പ്രവർത്തനം തന്നെയാ. ചില സമയം സുനന്ദ പുഷ്കർ ISIന്റെ ഡബിൾ ഏജന്റ് ആവാം. ശശി തരൂറിന് വേറെ ലിങ്ക്സ് ഉണ്ടാവാം. അതെല്ലാം വന്നാല് ആകെ കളിയ ഇന്ത്യൻ രാഷ്ട്രീയം മാത്രമല്ല ഇന്ത്യയിലുള്ള മൊത്തം കളി. അപ്പൊ ഈ BJPയിലുള്ളവർക്ക് ഈ ISI ബന്ധമുണ്ടെന്നും പറയണം. എന്താ സുബ്രഹ്മണ്യ സ്വാമി ഇന്നലെ പറഞ്ഞു അമീർ ഖാൻ TK സിനിമ ISI ആണ് സ്പോൺസർ ചെയ്ത്. ഇപ്പൊ IPL ISI ബന്ധമുള്ള ദാവൂദ് ഇബ്രാഹിമാണ് ഫിനാൻസ് ചെയ്യുന്നത്. ആ ദാവൂദ് ഇബ്രാഹിമിനെ പിടിക്കാണ്ട് ഈ ശ്രീശാന്തിനെയും പിടിച്ചിട്ടിട്ട് വേറെ ബിഗ് പ്രൈസിനെ മുഴുവൻ പുറത്തിട്ടത് BJP ഒരു കൊല്ലം കഴിഞ്ഞ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ പോയ്സൺ എന്ന് പറഞ്ഞാൽ ഉടനടി കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ വേണ്ട എന്താ പറയുക സാഹചര്യ തെളിവുകൾ തലേന്നെല്ലാം അടി കൂട്ടി അടി ഹോട്ടലിൽ റൂം എടുക്കുക അവിടുന്ന് അടി എന്നിട്ട് നാരായണൻ 3 പടിക്കാരെ അവിടെ വെച്ചു എന്നിട്ട് മരണപ്പെട്ടിട്ട് ഒന്നിനെ പോലും അനങ്ങാണ്ട് ഒരു കരച്ചിന് പോലും ഇല്ലാണ്ട് ഈ സുധാകരൻ കൊടിക്കുന്നിൽ സുരേഷ് ആ MP-മാരുടെ ശവം അവിടെ കിടക്കുമ്പോഴാണ് 7 സ്റ്റാർ ഹോട്ടലിന്റെ ഗേറ്റിന്റെ അവിടുന്ന് പറയുന്നത് വിഷാദ രോഗം കൊണ്ട് മരിച്ചെന്ന് പറയുന്ന ഈ ചിത്രം ഇതേ TVയിലല്ലേ വന്നത്. അപ്പോൾ അവരെയും ചോദ്യം ചെയ്യണം. അവരെങ്ങനെ അതിന്റെ ഉള്ളിൽ കടന്നിട്ട് വന്നിട്ട് പറഞ്ഞു ഇപ്പം പറയുന്നു പോയ്സൺ. അപ്പൊ ഇവരെങ്ങനെ അതിന്റെ ഉള്ളിൽ കടന്നു? പോലീസ് അന്വേഷിച്ചോ? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തോ? റൂം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തോ? റൂമെല്ലാം ക്ലീൻ ആയിട്ട് കിടക്കുന്നു. ഇപ്പം പറയുന്നു പോയ്സൺ ഫോഴ്സ്ഫുള്ളി അഡ്മിനിസ്ട്രേറ്റ് ചെയ്താന്നല്ലേ സാഹചര്യം തെളിവ് പറയുന്നത്. അവരുടെ കയ്യിലുള്ള ഇഞ്ചക്ഷൻ മാസ്ക് കഴുത്തിന് പിടിച്ചത് എല്ലാം കാണുന്നു. എന്താണ് ചെയ്യുക? അപ്പോൾ ലോ ഓഫ് ദ ലാൻഡ് എന്താ ഉടനടി കേസെടുത്തോ സാഹചര്യം തെളിവ് വെച്ചിട്ട് ഇതെന്ന് പറഞ്ഞാൽ പൊളോണ ഉണ്ടോ അല്ലെ പോയ്സൺ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് സാധാരണക്കാരനെ അറസ്റ്റ് ചെയ്യുക. എന്റെ വീട്ടിലൊരു കൊലപാതകം നടന്നാൽ എന്നെയല്ലേ ആദ്യം അറസ്റ്റ് ചെയ്യുക? എന്റെ ഒരു ഭാര്യ എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ എന്നെയല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത്? അത് ഈ ലോ ഓഫ് ദ ലാൻഡ് എല്ലാവർക്കും ഉണ്ടാവുമ്പം സൽമാൻ ഖാൻ ഒരു നിയമം, ഈ TMCന്റെ ഒരുത്തൻ ഇടിച്ചതിന് വേറെ നിയമം, ഈ ശശി തരൂരിന് വേറെ നിയമം, ജയലളിതയ്ക്ക് ഒരു നിയമം, പാവപ്പെട്ടവന് വേറൊരു നിയമമാകുന്ന ലോ ഓഫ് ദ ലാൻഡ് അത് വലിയ ചോദ്യമാണ്. ഞാൻ താങ്കളിലേക്ക് എത്താം. അഡ്വക്കേറ്റ് BRM ഷഫീർ, ഇവിടെ ലൂപ്പസ് രോഗമാണ്, രക്തസമ്മർദ്ദത്തിന് അല്ലെങ്കിൽ ഗുളിക കഴിക്കുന്നു അല്ലെങ്കിൽ രക്തസമ്മർദ്ദം താണ് പോകുന്ന അവസ്ഥയുണ്ടായി, ഇങ്ങനെയൊക്കെ മെഡിക്കൽ ബോർഡിന് കത്തെഴുതുന്ന ശശി തരൂർ മറുവശത്ത് അതിവിദഗ്ധമായ രീതിയിൽ തന്ത്രങ്ങൾ മെനയുന്നു. സുധീർ ഗുപ്ത പറയുന്നു തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അവിടെ ഗുലാം അന്ന് ഇരുന്ന മന്ത്രി ഒപ്പം ചേർന്ന് നടത്തിയ കാര്യങ്ങൾ സഹിതം പുറന്നു പറയേണ്ടി വരുന്ന ഒരു ഡോക്ടറുടെ അവസ്ഥ, ഇതൊക്കെ അവിസ്മരിക്കേണ്ട അല്ലെങ്കിൽ വിസ്മയിച്ച് കളയേണ്ട, ഒന്നുമില്ല എന്ന് കളയേണ്ട സാഹചര്യമാണോ? മാത്രമല്ല തരൂർ നടത്തിയ പ്രതികരണങ്ങൾ പോലും അതിനുശേഷം ഒന്നും കുറുക്കിക്കൊള്ളുന്നതായിരുന്നില്ല. സംശയങ്ങളുടെ വലിയ വാതിലുകൾ തുറന്നിടുന്നത് മാത്രമായിരുന്നു. പിന്നെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? കോമൺ മാൻ ഒരു പക്ഷേ അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളിൽ കിട്ടാത്ത ഘടകങ്ങൾ പോലും തരൂരിന് അനുകൂലമായി വരുമ്പോൾ എത്രത്തോളം ന്യായീകരിക്കാൻ കഴിയും? അല്ല, ഇതിനകത്ത് 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഒരു 302 കേസ് വന്നാൽ അതിൻ്റെ കുറ്റപത്രം കൊടുക്കുന്ന എപ്പോഴാണെന്ന് ബഹുമാനപ്പെട്ട ഫിലിംസ് സാറിന് അറിയാം. അപ്പോൾ ഒരു FIR എടുത്തു കഴിഞ്ഞാൽ FIRൽ ഒരു കൊലപാതക കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 തെളിവുകളെന്ന് പറഞ്ഞാൽ ഒന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും രണ്ടൊന്ന് FSL റിപ്പോർട്ടും ആണല്ലോ. ആണ് FSL റിപ്പോർട്ട് സാധാരണഗതിയിൽ 1 കൊല്ലമോ അതിനപ്പുറമോ കഴിഞ്ഞിട്ടാണ് FSL റിപ്പോർട്ടുകൾ വരിക. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ പ്രാഥമികമായ വിലയിരുത്തലിൽ തന്നെ ഇതൊരു പിന്നെ വിഷാംശം ഉള്ളിൽ ചെന്നുകൊണ്ടുള്ള ഒരു മരണമാണോ എന്നുള്ള സംശയങ്ങൾ ആദ്യ രീതിയിൽ പ്രകടിപ്പിക്കപ്പെട്ടിരുന്നില്ല. മാത്രമല്ല അവരുടെ ശരീരത്തിൽ കണ്ട ചെറിയ ചെറിയ അബ്രേഷൻസുകൾ, ആ അബ്രേഷൻസുകളൊന്നും തന്നെ മരണകാരണമല്ല എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതെങ്ങനെ ഉണ്ടായി? ഞാൻ പറയട്ടെ, ലൂപ്പസ് രോഗം അവിടെ കഴിഞ്ഞ ദിവസം വരെ തരൂരിനൊപ്പം താമസിച്ചിരുന്ന സ്ത്രീ ഈ പിറ്റേ ദിവസം തരൂരിനെതിരെ ആരോപണങ്ങൾ 17-ാം തീയതി ആണല്ലോ മരണം.
15-ാം തീയതി തിരുവനന്തപുരത്തെ പ്രശസ്തമായൊരു സ്വകാര്യ ഹോസ്പിറ്റലിൽ വന്ന് ലൂപ്പസ് രോഗവുമായി ബന്ധപ്പെട്ട മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ലക്ഷാർച്ചനയും ശ്രീവേലിയും കണ്ടതിന് ശേഷം അവർ ഡൽഹിയിലേക്ക് മടങ്ങുകയാണ്. ഇതിനിടയിൽ അവരവിടെ പോയതിനു ശേഷം അവരുടെ സംയുക്തമായ ട്വീറ്ററിൽ പറയുന്നു, ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, ശശി തരൂരിൻ്റെയും ഇതിൻ്റെയും ട്വീറ്റുകൾ അത് കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് സംശയിക്കുന്നു എന്നുള്ള സംയുക്തമായ വാർത്താ കുറിപ്പുകൾ ട്വിറ്ററിൽ പുറത്തു വന്നു. നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി പറയാം, അല്ലെങ്കിൽ ഇവർ പറയട്ടെ, അങ്ങനെ വന്നിട്ടുണ്ട്. 3, ഇതുമായി ബന്ധപ്പെട്ട സുധീർ ഗുപ്ത, സുധീർ ഗുപ്ത നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, സുധീർ ഗുപ്ത കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് നിലപാടെടുത്ത ഉദ്യോഗസ്ഥനാണ്, ഡോക്ടറാണെന്ന് പറഞ്ഞല്ലോ. സുധീർ ഗുപ്തയ്ക്ക് കേന്ദ്രം സമ്മർദ്ദം ചെലുത്തി എന്ന് തന്നെ ഇരിക്കട്ടെ, സമ്മർദ്ദം ചെലുത്തിയെങ്കിൽ എന്തുകൊണ്ട് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല? ഇനി ഇവിടുത്തെ പ്രശ്നം FSL റിപ്പോർട്ടിനെ മാത്രം ആശ്രയിച്ചു കൊണ്ടൊരാളിനെ പ്രതിയാക്കാൻ പറ്റില്ല പ്രതീക്ഷയെ. കാര്യം പറഞ്ഞുതരാം. സരിതയുടെ രണ്ടാമത്തെ ഭർത്താവ് ശ്രീ ബിജു രാധാകൃഷ്ണൻ്റെ ആദ്യത്തെ ഭാര്യ രശ്മി കൊല്ലപ്പെട്ടു. ആദ്യം അത് ആത്മഹത്യാ കേസായിരുന്നു, പിന്നീട് 3 കൊല്ലത്തോളം അത് ആത്മഹത്യാ കേസായിരുന്നു. FSL റിപ്പോർട്ട് പുറത്തു വന്നില്ല. FSL റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴോ അത് കൊലപാതകമായി. ഇതുപോലെ FSL റിപ്പോർട്ട് 2 കൊല്ലം അങ്ങോട്ട് താമസിച്ചാൽ അത് BJP സഹായിക്കുന്നതാണ് തരൂരിനെ, കോൺഗ്രസ് അതിനകത്ത് മിണ്ടുന്നില്ല എന്ന് പറയാൻ പറ്റില്ല എന്നുള്ള ഉദാഹരണമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇവിടുത്തെ പ്രശ്നം എത്രയേ ഉള്ളൂ, ശശി തരൂരിനെതിരായി എന്തെങ്കിലും ഒരു സയന്റിഫിക് എവിഡൻസോ മെഡിക്കൽ എവിഡൻസോ വരട്ടെ, വന്നാൽ ഞങ്ങൾ നിലപാട് വ്യക്തമാക്കും. അത് വരാത്തിടത്തോളം ഗുരുതരമായ രീതിയിലുള്ള ഇതുപോലൊരു ആരോപണം ഒരു പൊതുപ്രവർത്തകൻ തിരുവനന്തപുരത്ത് ഇതേ ആരോപണങ്ങളൊക്കെ വന്നതിന് ശേഷം തിരുവനന്തപുരത്ത് നിന്ന് 25,000-ൽ പരം വോട്ടിന് ജയിച്ചു വന്ന ഒരു MP, ആ MP-ക്കെതിരെ അയാളൊരു കൊലപാതകയാണ് എന്നൊരു മുൻവിധിയോടുകൂടി ഒരു ചർച്ച, അതൊക്കെ ജനങ്ങൾ വിലയിരുത്തണ്ടേ? ഇത് ഞാൻ ഇപ്പോഴും പറയുന്നു, ശശി തരൂരിനെതിരായി തെളിവുകൾ സമാഹരിച്ചു വെച്ചതിന് ശേഷം, അദ്ദേഹത്തിനെതിരായി മെഡിക്കൽ എവിഡൻസ് വന്നതിന് ശേഷം, അദ്ദേഹത്തിനെതിരായി ജനുവരി 17 ഈ ചർച്ചയിൽ ഞാൻ ഇന്നും ആവർത്തിക്കുന്നു, ഞാൻ പറയുന്നു, ഇത് റെക്കോർഡ് ചെയ്ത് വെക്കാം. എത്ര നാൾ ഷഫീർ പറ, എത്ര നാൾ? കാരണം എത്ര നാൾ ത്വരിതഗതിയിൽ അന്വേഷിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ ഡൽഹി പോലീസാണല്ലോ, അന്വേഷിക്കട്ടെ. ശശി തരൂരിനെതിരായി ഈ നിമിഷം വരെയും അദ്ദേഹത്തിന് ഈ കേസിൽ പ്രതിയാക്കത്തക്ക തരത്തിലുള്ള ഒരു തെളിവുകളും ഹാജരാക്കാൻ ഡൽഹി പോലീസിലെ കമ്മീഷണർ BS ബസിക്ക് കഴിഞ്ഞിട്ടില്ല. ചർച്ചയിലേക്ക് വരുമ്പോൾ, അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ, PB തോമസ്, ഇനിയും അന്വേഷണ നാടകങ്ങളായിരിക്കുമോ തുടർന്ന് വരാൻ പോകുന്നത്? ഈ 2017-ഉം 2018-ഉം ഒക്കെ ഈ സ്റ്റുഡിയോയിൽ ഇങ്ങനെ ഇരുന്ന് ഇതേ ചർച്ചകൾ തന്നെ നടത്തേണ്ട ഒരു സാഹചര്യമായിരിക്കുമോ വരിക? ഈ ചർച്ച പ്രജീഷ് നമുക്കറിയാൻ പാടില്ല എന്താണ് അന്വേഷണം എന്നറിയാൻ പാടില്ല. ഇത് 2 വർഷമായിട്ട്, ഇന്ന് 2 വർഷം തികയാണ്, ഒരു അന്വേഷണവും നടന്നിട്ടില്ല. FBI-ക്ക് പോലും റിപ്പോർട്ട് പോയി, അതിനുശേഷം പോലും ഒന്നും സംഭവിക്കുന്നില്ല. ഒരു കൊലപാതകമാണെന്ന് പറഞ്ഞത് അൺനാച്ചുറൽ ഡെത്താന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയം എന്നുള്ള കാര്യം നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് നടന്നൊരു മരണമാണിത്, കൊലപാതകമോ എന്തോ ആയിക്കോട്ടെ, ആത്മഹത്യ എന്തോ ആയിക്കോട്ടെ. അതുപോലെ ഇപ്പോൾ BJP വന്നതിന് ശേഷവും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ പുറകിലുള്ള ഇത്? നമുക്കറിയാം, മോഡി പറഞ്ഞ കാര്യം അറിയാം. മോഡി ശശി തരൂരിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞാണ് അദ്ദേഹത്തിന് 60 കോടി വിലയുള്ള ഗേൾഫ്രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം അതിനും ശശി തരൂർ പറയുകയും ചെയ്തു, അതെനിക്ക് വാല്യൂലെസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ പ്രതീക്ഷ വില പോലും നിശ്ചയിക്കാനാവാത്ത വലിയ ഗേൾഫ്രണ്ടാണെന്ന് പറയുന്നത്. കെട്ടുകയും ചെയ്തു. അവസാനം എന്താ, കൊല ചെയ്യപ്പെട്ടു. ഈ കൊല ചെയ്യപ്പെട്ട് എന്തുണ്ടായി? എന്തുകൊണ്ട് അന്വേഷണം നടക്കുന്നില്ല അതിന് ശരിയായ വഴിയിൽ? മെഡിക്കൽ ബോർഡ്, എയിംസിൻ്റെ മെഡിക്കൽ ബോർഡ് തന്നെ പറഞ്ഞാണ് ഇത് ഡൽഹി പോലീസ് ശരിയായ രീതിയിൽ അന്വേഷിക്കില്ല എന്ന് പറഞ്ഞാണ്. വായിച്ചു നോക്കുക. അതിനുശേഷമാണ് പറഞ്ഞത് 2014 നടന്ന ജനുവരി 17 നടന്ന കൊലപാതകത്തിന് FIR ഫയൽ ചെയ്യുന്നത് 2015 ജനുവരി 1-നാണ്. അതിനുശേഷം എന്തുണ്ടായി? ഒന്നും നടന്നിട്ടില്ല. എന്തുകൊണ്ട് നടക്കുന്നില്ല? എന്തുകൊണ്ട്? വേറെ ആരെയാണെങ്കിലും അറസ്റ്റ് ചെയ്ത് അകത്തിടേണ്ട കേസാണിത്. പക്ഷേ നടന്നിട്ടില്ല. കാരണം സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഉണ്ട് അദ്ദേഹത്തിനെതിരായിട്ട്. ഞാൻ ആരോപിക്കുന്നില്ല, എനിക്ക് ശശി തരൂരിനെ പ്രതികൂലാകേണ്ട കാര്യമില്ല. ശശി തരൂരിനെ കുറിച്ച് അഭിമാനിക്കുന്നൊരു മലയാളിയായിരുന്നു ഞാൻ. അത് UN-ലും അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റ് ലിറ്റററി അച്ചീവ്മെൻറ്റ്സ് എല്ലാം ഞാൻ അഭിമാനിക്കുന്നൊരു മലയാളിയാണ്. പക്ഷേ ഇതുപോലുള്ള കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക്, ആ സ്ത്രീക്ക്
ന്യായം കിട്ടണം, നീതി കിട്ടണം. അത് കിട്ടാത്തൊരവസ്ഥയിൽ ഒരു ഗവൺമെന്റിനും അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. യെസ് പത്മകുമാർ ഇനിയെങ്കിലും, കാരണം ഈ രാഷ്ട്രീയമായി എന്തായാലും തരൂർ എന്ന വ്യക്തിയല്ല, ആ കുറ്റാരോപിതനായ വ്യക്തി ഇവിടെ രാഷ്ട്രീയമായ പിൻബലം രണ്ട് കക്ഷികളുടെ ഭാഗത്തു നിന്നും നേടിയ സ്ഥിതിക്ക് ഒറ്റ FIR-ന്മേൽ ആണെങ്കിൽ കൂടിയും പലതരത്തിൽ അനുബന്ധ കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് പോകുമായിരുന്നു. കാരണം സാമ്പത്തിക കുറ്റകൃത്യം, വിദേശ ആരോപണം, ചാരപ്രവർത്തനം പോലും ആരോപിക്കപ്പെട്ട ഒരു കേസാണ്. ഇത്തരത്തിൽ അനുബന്ധമായിട്ടൊക്കെ തന്നെ സഞ്ചരിച്ചാൽ ഒട്ടേറെ വഴിയിലൂടെ പോകുമായിരുന്ന ഒരു കേസിനെ ഇപ്പോൾ തന്നെ കൊല ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ചാരം മൂടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നതിൽ BJP കൂടിയുള്ള പങ്ക് എന്തുകൊണ്ട് പൊതുജനത്തിന് മുന്നിൽ അങ്ങനെ ഒരു സംശയം ഇല്ലാതാക്കാൻ BJP കഴിയാതെ പോകുന്നു? ഇവിടെ വന്ന് പറയുന്ന ശ്രീ പത്മകുമാർ, താങ്കൾ വക്താവായതിനു ശേഷം പങ്കെടുക്കുന്ന ആദ്യ പരിപാടിയാണ്. അവിടെ പോലും താങ്കൾക്ക് കണ്ണിങ് ആയിട്ടൊരു തീരുമാനത്തിലേക്ക് തരൂരിനെതിരെ നിലപാടെടുക്കാൻ കഴിയാതെ പോകുന്നു. കഴിഞ്ഞ ചർച്ചകളിലൊക്കെ തന്നെ ഞാൻ താങ്കളുടെ ആവേശം കണ്ടിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഇന്ന് ഈ സ്റ്റുഡിയോയിൽ പോലും താങ്കൾക്ക് പോലും അങ്ങനെ പ്രകടിപ്പിക്കാൻ കഴിയാതെ പോകുന്നത് ദയനീയമല്ലേ? അല്ല, അങ്ങനെയല്ല. ഇപ്പോൾ ഇപ്പോൾ ശശി തരൂർ പ്രതിയാണോ അല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ഇപ്പോൾ ഈ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ടപ്പോൾ സംശയങ്ങളുടെ സൂചി മുന പോകുന്നത് ശശി തരൂരിൽ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ആ ശശി തരൂരിനെ തന്നെ പ്രതിസ്ഥാനത്ത് കണ്ടുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ പ്രതിയാക്കണമെന്നുള്ള രീതിയിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയില്ല. അതേസമയം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ശശി തരൂരിനെ ഗൗരവമായി അന്വേഷിക്കുന്നുണ്ടോ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ 5-6 ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിൽ ഒരു പിഴവും താങ്കൾ കാണുന്നില്ല. അല്ല, പിഴവ് പറയുന്നത് ഇപ്പോ ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം അതായത് ശ്രീ പത്മകുമാർ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഷബീർ പറയുന്ന അതേ വാചകങ്ങൾ തന്നെ താങ്കൾ പറയുന്നു. ഷബീർ പറഞ്ഞത് ശശി തരൂരിനെതിരായിട്ട് ശശി തരൂരിനെ വെള്ളപൂശുന്ന ഒരു നയത്തിലാണ്. ഇപ്പോ കിംസിലെ അന്വേഷണ റിപ്പോർട്ട്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെന്ന വളരെ സന്തോഷവതിയായി പോയ ശശി അതേസമയം അവർ അതിനുശേഷം എയർപോർട്ടിലേക്ക് പോയ സ്ട്രക്ചറിലാണ്. അതെങ്ങനെ പറ്റിയെന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാം. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഈ ശശി തരൂരിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ ജോലിക്കാരനെയും ഒക്കെ ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇവർ തമ്മിൽ അടിയുണ്ടായ സാഹചര്യങ്ങൾ, മെഹർത്തക്കാറുമായി പാകിസ്ഥാനി പത്രപ്രവർത്തകരുടെ ബന്ധം, അതിൻ്റെ ബന്ധം ഇതൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മളിപ്പോൾ കേസിൻ്റെ അന്വേഷണ ഭാഗമായിട്ട് പോലീസിൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ഈ നവംബർ അവസാനമാണ് ഈ റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യും. കോടതിയുടെ തീരുമാനം അനുസരിച്ച് അന്വേഷണം മുന്നോട്ട് പോകും. ശശി തരൂർ പ്രതിയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ അത് ബുക്ക് ചെയ്യുന്നുള്ളതിൽ എന്തായാലും പത്മകുമാർ ഈ അന്വേഷണ ഏജൻസിയിൽ പ്രകടിപ്പിക്കുന്ന ആ ഒരു വിശ്വാസം, ഞാൻ എന്തായാലും താങ്കളെ സ്റ്റുഡിയോ വിടുന്നതിന് മുമ്പ് ഒരു സമയക്രമം എന്തായാലും ഈ ജനങ്ങൾക്ക് കൊടുക്കണം. കാരണം ഇനിയും കാത്തിരിക്കേണ്ടി വരുമ്പോൾ ഈ ചർച്ചകൾ നീണ്ടുപോകും ഒരു സമയം. കാരണം എന്തായാലും ഞാൻ അതിലേക്ക് വരാം. ഞാൻ ശ്രീ ദേവദാസ്, ഇവിടെ പത്മകുമാർ ഞാൻ ചോദിച്ചത് ആ ഒരു ആവേശം പോലും ഇല്ലാതെ പത്മകുമാർ സംസാരിച്ചു എന്ന് നേരത്തെ ഞാൻ അലങ്കാരമായി പറഞ്ഞതെങ്കിൽ കൂടിയും അതിൽ ചില വസ്തുതകൾ ഇല്ലാതെയില്ല. ഇവിടെ എന്തായാലും ഈ കേസിൻ്റെ ഭാവി അത് എത്താൻ പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനുബന്ധ കേസുകൾ ഒട്ടേറെ എടുക്കാമായിരുന്ന കേസ് അത് ചാരം മൂടിക്കഴിഞ്ഞു എന്ന് തന്നെയാണോ താങ്കൾ വിശ്വസിക്കുന്നത്? ഇത് ഈ കോൺഗ്രസും BJP-യും പൈസയോ അല്ലെ പെണ്ണോ കണ്ടാൽ ഇങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു നേർക്കാഴ്ച ഇത് കാണുന്നത്. ഇപ്പൊ ഷബീർ പറഞ്ഞതെല്ലാം തെറ്റാ. എന്തറിയാ, മെഡിക്കൽ റിപ്പോർട്ട് പോലീസിന്റെ അടുത്തുള്ള അവർക്ക് ട്യൂബർക്ലോസിസ് ഇല്ല, കാർഡിയാക് അറസ്റ്റ് ഇല്ല, ഒരു രോഗം ഇല്ലാന്ന് ഇവർ പറഞ്ഞ രോഗമൊന്നും ഇല്ലാന്ന് മെഡിക്കൽ റിപ്പോർട്ട് അവരുടെ കയ്യിലുണ്ട്. കിംസും പറഞ്ഞത് തന്നെയാണ്, ലൂപ്പസ് എല്ല എന്നാണ് പറഞ്ഞത്, സ്ഥിരമായിട്ട് രോഗമില്ല. പക്ഷേ ഇതിന്റെ എല്ലാം കാണാൻ ഇപ്പൊ ലളിത് മോഡിന്റെ പ്രശ്നം കാണൂ. IPL 6 ഫിക്സ് ചെയ്ത് രാജീവ് ശുക്ലനല്ലേ BJP വന്നിട്ട് മറ്റേ ചീഫ് ആക്കിയത് IPL 9 അതെല്ലാം നോക്കിയാൽ തന്നെ കാണും. പൈസ വരുമ്പോൾ ഇവർക്ക് ദാവൂദിന്റെ എതിരെ കേസെടുക്കാനല്ല, ലീഗലൈസ് ബെറ്റിംഗ് ആണ് നോക്കുന്നത്. ദാവൂദിന് വേണ്ടിയിട്ട് ബെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീഗലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി. അതായത് ദേവദാസ്, ഈ അരുൺ ജെയ്റ്റ്ലിക്കെതിരെ പോലും ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നത് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ തന്നെ എല്ലാ അർത്ഥത്തിൽ നോക്കിയാൽ ഇഴചേർന്ന് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ജെറ്റ്ലിക്കെതിരെയും എല്ലാം കേസെടുക്കാണ്ട് തരൂറിനെ പോലത്തെ ആള് ഇതെല്ലാം കൂടിയിട്ട് ഒരു പൊളിറ്റിക്കൽ ലീഗാണ്. ഇതിൽ മേർഡർ ഉണ്ട്, മദ്യമുണ്ട്, പെണ്ണ്
ഒന്നുണ്ട്, കൊലപാതകമുണ്ട്. അതിന്റെ ഒരു നേർക്കാഴ്ചയാണ് കാണുന്നത്. അതിന് കൂട്ടുകൂടുന്ന ആൾക്കാരാണ് എങ്ങനെ സെൻട്രൽ പവർ ഉപയോഗിച്ച് കൊലപാതകത്തിന് ഇല്ലാണ്ടാക്കുക. അത് വ്യാപകത്ത് കണ്ടു, MP കണ്ടില്ലേ, അതേപോലെ ബീഹാറിൽ കാണുന്നു, അല്ലെ മഹാരാഷ്ട്രയിൽ കാണുന്നു. അതേപോലെ തന്നെ സെൻട്രൽ പവർ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് കാണുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഷബീറോട് പറയാനുള്ളത്, CIT പോയിട്ട് സുധീർ ഗുപ്തനെ നിങ്ങൾ മാറ്റി, പിന്നെ ഒരു അതുൽ സൂദിനെ മാറ്റി, ഇത് അന്വേഷിച്ച അതുൽ സൂദിനെ മാറ്റി, സുരീന്ദർ ശർമ്മനെ മാറ്റി, പോലീസുകാരെ എല്ലാം സെൻട്രൽ പവർ ഉപയോഗിച്ച് മാക്സ്. അങ്ങനെയാണ് ഇത് നീട്ടിക്കിട്ട് എല്ലാവരും കൊലപാതകം ചെയ്ത ഉടനടി അറസ്റ്റല്ലേ ചെയ്യേണ്ടത്. അതുപോലും ചെയ്യാത്ത ഈ നാട്ടിൽ എവിടെയെങ്കിലും കണ്ടത്? അതിൽ പത്മകുമാർ വക്കീലല്ലേ? എന്താണ് സാധാരണ ഒരു കൊലപാതകം ചെയ്താൽ ഉണ്ടാവുക? അതും ഒരാള് ഭർത്താവ് ഒരു കൽക്കത്തോടെ സ്റ്റേഡിയത്തിൽ ഉള്ളപ്പോ മരണപ്പെട്ടെ, എന്നിട്ട് പോലും പോലീസ് പറയുന്ന കൊലപാതകമാണ്. ഭർത്താവിന് ഒരു സംശയമില്ല, ഇല്ല അത് നാച്ചുറൽ ഡെത്താണ്. അത് പറയുമ്പോൾ തന്നെ പിടിച്ചിട്ട് ഉള്ളിൽ പോയി 2 ചവിട്ടി ചവിട്ടിയാൽ സത്യം പറയില്ലേ? ശ്രീ ദേവദാസ് തരൂരിനെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നാണ് എന്തായാലും ബസി നൽകുന്ന സൂചന. ആ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം ചെയ്യില്ലെങ്കിൽ നമുക്ക് വിശ്വാസത്തോടെ എടുത്തൂടെ? എന്താ കാര്യം എന്ന് പറഞ്ഞാല് ശശി തരൂർ ഇപ്പൊ എന്ത് പറയുന്ന നാരായൺ സിംഗ് അത് ചെയ്തെന്ന് പറഞ്ഞിട്ട് സൽമാൻ ഖാന്റെ ഡ്രൈവർ പെട്ടെന്ന് പറഞ്ഞില്ലേ വന്നിട്ട് ഞാനാണ് ഓടിച്ചത്. അതേപോലെ നാരായൺ സിംഗിന്റെ തലയിലിടും. ഇപ്പൊ നാരായൺ സിംഗിന്റെ വിലക്ക് വാങ്ങിയെന്നറിയില്ല, അല്ലെ നാരായൺ സിംഗ് കൊല്ലപ്പെടും, അതോടെ തെളിവ് നഷ്ടപ്പെടും. ഇതാണ് ഇവിടെ ഉണ്ടാവുക. ഈ നാരായൺ സിംഗിനെ അടിച്ചിട്ട് ഞാനും നാരായൺ സിംഗും കൂടിയ കൊന്നയെന്ന് പറഞ്ഞ് ഒരു ലെറ്റർ അയച്ചത് ഡൽഹി പോലീസ് നവംബർ 2014 ശശി തരൂർ. അത് ഡൽഹി പോലീസ്. അപ്പൊ ഇതെല്ലാം മുന്നിൽ കണ്ടിട്ട് പലതും ശശി തരൂർ ബുദ്ധിമാനായ നീക്കാണ്. ഡയൽ M for murder, ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ ഫിലിമിനെ തകർക്കുന്ന മറ്റൊരു ഫിലിമാണ്. അതിന് കോൺഗ്രസ് ദേവദാസ് വളരെ വളരെ വ്യക്തമാണ്. അവിടെ ശ്രീ ഫിലിപ്പം പ്രസാദ് അദ്ദേഹം പറഞ്ഞ ചില പോയിന്റുകൾ അത് പ്രസക്തമല്ലേ സഞ്ചരിച്ചാൽ? ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിലെ നിയമവാഴ്ച ഒരു DGP പറയുന്നു, ഒരു ഡയറക്ടർ ജനറൽ പറയുന്നു ജയിൽ ആക്രമിക്കാൻ തോക്കും കൊണ്ടുവന്നെന്ന്. അദ്ദേഹം കേസ് രജിസ്റ്റർ ചെയ്തില്ല. ജയിൽ ആക്രമിക്കാൻ തോക്കും കൊണ്ടുവന്നു, GP തോക്കും കൊണ്ടുവന്നു എന്ന് ജേക്കബ് DGP പറയുകയാണ്. എന്തുകൊണ്ട് അന്ന് കേസ് രജിസ്റ്റർ ചെയ്തില്ല? ആരും പറയാനില്ല, ചോദിക്കാനില്ല. ഇതാണ് ഇവിടുത്തെ നിയമവാഴ്ച. ആദ്യം ചെയ്യേണ്ട ഇപ്പോഴെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്യണ്ടേ? ഇപ്പോൾ പുറത്തു വന്നില്ലേ? ഇപ്പോൾ പുറത്തു വന്ന സ്ഥിതിക്ക് ജയിൽ ആക്രമിക്കാൻ ആരാണ് ശ്രമിച്ചത്, തോക്കും കൊണ്ട് ആരാണ് വന്നത്, ഇത് അന്വേഷിക്കുന്ന ചുമതലയൊന്നും പോലീസിന് ഈ രാജ്യത്തില്ലല്ലോ. ജയിൽ ആക്രമിക്കാൻ തോക്കും കൊണ്ട് വന്നിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്യാത്തത്. ഇതാണ് ഇവിടുത്തെ നിയമവാഴ്ച. ഒരു രാഷ്ട്രീയ പാർട്ടി ഇത് ചോദിച്ചില്ല, നിങ്ങളുടെ മാർക്സിസ്റ്റ് പാർട്ടിയും ചോദിച്ചില്ല. ജയിൽ ആക്രമിക്കാൻ പോലീസ് തോക്കും കൊണ്ട് വന്നിട്ട് എന്തേ കേസ് രജിസ്റ്റർ ചെയ്യാത്തത്? അപ്പൊ ഇതാണ് ഇവിടുത്തെ നിയമവാഴ്ച. എന്തായാലും ഈ കാലതാമസം തെളിവുകളെ കൂടുതൽ നശിപ്പിക്കുന്നത് അങ്ങനെ ഒരു ഭയപ്പാട്. അതെ, തെളിവ് നശിപ്പിക്കുകയാണ് ഇവിടെ നടക്കുന്ന കാലതാമസം. അവിടെ അന്ന് രജിസ്റ്റർ ചെയ്ത് നടക്കേണ്ട കേസ് ഇപ്പോഴും നടന്നിട്ടില്ല. ഇതുപോലെ തന്നെ നല്ലടൂ നിയമവാഴ്ചയെ നശിപ്പിക്കുന്ന വളരെ ആസൂത്രിതമായ പൊളിറ്റിക്കൽ ഗൂഢാലോചന. എന്തായാലും അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ശ്രീ ഷഫീർ, എന്തായാലും തരൂര് കോൺഗ്രസ് ഇക്കാര്യത്തിൽ അന്വേഷണ ദിശയിലേക്ക് പോകുന്നു. കോൺഗ്രസിന്റെ ഒരു നിലപാട് എന്തായാലും കേന്ദ്ര നേതൃത്വം പറയുന്നുണ്ട്, അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഇടപെടാനോ അല്ലെങ്കിൽ അത് അഭിപ്രായം പറയാനോ ഇല്ല. അവസാനമായി 2 വാക്കിൽ പറഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ശശി തരൂരിനെതിരായി എന്തെങ്കിലും തെളിവുകൾ കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ കോൺഗ്രസിനെ കുറിച്ച് ആലോചിക്കാം. നിലവിലുള്ള സാഹചര്യത്തിൽ ശശി തരൂരിനെ സംശയിക്കത്തക്കതായിട്ട് ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. സുനന്ദ പുഷ്കറിന്റെ മകൻ ശിവമേനോനും സുനന്ദ പുഷ്കറിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉള്ളുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര സമയം? എനിക്ക് ഒരു 10 സെക്കൻഡിൽ ഉത്തരം മതി. എത്ര നാൾ ഇനി കാത്തിരിക്കണം? അടുത്ത വർഷവും ഇതേപോലെ ഞാനോ മറ്റൊരാളോ ഇവിടെ വന്ന് ഈ കസേരയിലിരുന്ന് ഇതേ കാര്യങ്ങൾ തന്നെ ചർച്ച ചെയ്യേണ്ട ആ ഗതികേടാകുമോ, അതോ പൂർണ്ണമായ ഒരു മെറിറ്റ്, അതിനൊരു പരിധി? അല്ല, എത്ര സമയം എന്ന് പറയേണ്ടത് അന്വേഷണ ഏജൻസിയാണ്. പക്ഷേ അന്വേഷണ ഏജൻസി താങ്കൾ വിശ്വാസം പ്രകടിപ്പിച്ചത് കൊണ്ടാണ് ഉറപ്പിച്ചു പറയാം, ഈ ഡൽഹി പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ സമ്മർദ്ദവും ഉണ്ടാകില്ല. തീർച്ചയായിട്ടും യഥാർത്ഥ കൾപ്രിറ്റ്സിനെ പുറത്തു കൊണ്ടുവരും. അതിൽ ശശി തരൂരിന് പങ്കുണ്ടെങ്കിൽ ശശി തരൂർ തീർച്ചയായും ബുക്ക് ചെയ്യപ്പെടും. സുനന്ദ പുഷ്കർക്ക് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് ന്യായമായി നീതി ലഭിക്കും. BJP വ്യക്തമാണ്. വളരെ നന്ദി. ഈ 2ാം വർഷത്തിലും 2ാം ആണ്ടിലും കൊലപാതകത്തിന്റെ ദുരൂഹതകൾ ഇപ്പോഴും പിണഞ്ഞു കിടക്കുന്ന ഘട്ടത്തിലും ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് JR പത്മകുമാർ, BJPയുടെ പുതിയ വക്താവ്, ഒപ്പം അഡ്വക്കേറ്റ് BRM ഷഫീർ, കോൺഗ്രസ് നേതാവ്, ഫിലിപ്പം പ്രസാദ്, നിയമ വിദഗ്ധൻ, ഒപ്പം
PV തോമസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ സാമൂഹിക നിരീക്ഷകനും കായിക നിരീക്ഷകനുമായ PR ദേവദാസ് ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി അറിയിക്കുന്നു. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും ഇതേ സമയം